ഫസ്റ്റ് കമ്പോസിഷൻ ഏതായിരുന്നു? ഫസ്റ്റ് കമ്പോസിങ് ചോദിച്ച ഒരു കോമഡി ഉണ്ട്, പറഞ്ഞുതരാം. ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. എന്താണ് ഇപ്പൊ പ്രണയത്തിന്റെ സ്റ്റാറ്റസ് കോ? എന്താണ് ലവ് ലൈഫ് ഉണ്ട് ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ച കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ഒരു ഉമ്മ മരിച്ചതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് കരഞ്ഞുകൊണ്ട് രാത്രി വിളിച്ചൊരു എനിക്ക് അനുഭവമുണ്ട്. കാരണം ജീവിതത്തിൻ സാഗരത്തിൽ വിരഹവേദനയും തുഴഞ്ഞു. നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ നിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പേടിയുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ മരണത്തിന് പേടിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ലാണ്ടായിട്ട് കുറേ ആയി. ഇതിന്റെ വോയിഡ് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ലൈഫിൽ? നഷ്ടങ്ങളൊന്നും നഷ്ടമൊന്നുമല്ല. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു ലാഭമായിട്ട് കാണുന്നതാണ് ഞാൻ. കാരണം നമ്മൾ കാണുന്നൊരു നഷ്ടം എന്ന് പറയുന്നൊരു സാധനം നമുക്ക് വേറൊരു തരത്തിലേക്കുള്ള വലിയൊരു ബെനിഫിറ്റിലേക്കൊക്കെയാണ് പോകുന്നത് പല തരത്തിലും. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നമ്മളുടെ പുതിയ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പരിചയമുള്ള, ഒരുപാട് നമ്മൾ സ്നേഹിക്കുന്ന ഒരു പ്രശസ്തനായ ഒരു ഗായകൻ്റെ കൂടെയാണ് ഞാനെന്നുള്ളത്. ഗസൽ സോങ്സ് നമുക്ക് ഒരുപാട് ഗസൽ സോങ്സ് അറിയാം. പക്ഷേ കേരളത്തിൽ മലയാളത്തിൽ ഗസൽ ആസ്വദിക്കാൻ തുടങ്ങിയത് ഞാൻ ശരിക്കും മുംബൈക്കാൻ്റെയും റാസ ബേഗത്തിൻ്റെ ഒക്കെ പാട്ട് കേട്ടിട്ടാണ്. റാസ ഇന്നത്തെ കോൺവെർസേഷനിലേക്ക് എൻ്റെ കൂടെ വന്നതിൽ ഒരുപാട് താങ്ക് യു. എന്തായാലും നിങ്ങളുടെ ഈ സെഷനിലേക്ക് ഇരിക്കാനും വരാനും പറ്റിയാൽ ഒരുപാട് സന്തോഷം. ഇത് ചെറിയൊരു ടോക്ക് ഷോക്കാണ്. ഞാൻ കൂടുതലും കോൺവെർസേഷനിലായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം റാസ എന്നുള്ള പാട്ടുകാരനെ എല്ലാവർക്കും അറിയാം. റാസൻ്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. റാസ എന്നുള്ള വ്യക്തി എന്താണെന്ന് അറിയാൻ എനിക്ക് കൂടുതലും ആഗ്രഹം, താല്പര്യം. അപ്പോൾ ആ ഒരു ബേസിലാണ് ഞാൻ ഈ ഒരു കോൺവെർസേഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷം. കോഴിക്കോട് വെച്ചിട്ടാണ് ഞാൻ ഒരുപാട് റാസനെ കണ്ടതും ഞങ്ങൾ മീറ്റ് ചെയ്തു, പാട്ടൊക്കെ ആസ്വദിച്ചൊക്കെ കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് തന്നെയാണോ റാസ പ്രോപ്പർ? അല്ല, കോഴിക്കോട് നമ്മൾ പിന്നെ ഒരു 5-8 വർഷമേ ആയുള്ളൂ. കണ്ണൂരാണ് ബേസിക്കലി എൻ്റെ സ്ഥലം. പിന്നീട് നമ്മുടെ ഈ മ്യൂസിക്കും നമ്മുടെ കരിയറൊക്കെ ആയി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ് കോഴിക്കോട്. കോഴിക്കോടാണ് നമ്മുടെ പാട്ടും പരിപാടിയും കൂടുതലായിട്ട് നടക്കുന്നത് മറ്റ് നാടുകളെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് 5-8 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഒരുപാട് പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാരാണല്ലേ കോഴിക്കോട്? ഉണ്ട്. എല്ലായിടത്തും മ്യൂസിക് ആസ്വദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് പഴയ പാട്ടുകളും ഗസലുകളും ഖവാലികളും അങ്ങനത്തെ ആ സ്റ്റൈൽ ഓഫ് മ്യൂസിക് കൂടുതൽ എൻജോയ് ചെയ്യപ്പെടുന്നത് മലബാറിലാണ് കൂടുതൽ പൊതുവെ. പിന്നെ ഫോട്ടോ വെച്ച് അങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന മ്യൂസിക്കിന് ഏറ്റവും നല്ല മണ്ണ് എന്ന് കുറേയൊക്കെ തിരിച്ചറിഞ്ഞ സ്ഥലമാണ് കോഴിക്കോട്. ചെറുപ്പത്തിലേ ഇഷ്ടമായിരുന്നോ പാട്ടിനോട്? ചെറുതാവുമ്പോഴേ അറിയായിരുന്നോ ഞാനൊരു പാട്ടുകാരനാവണം അങ്ങനെ ആഗ്രഹിച്ചിരുന്നോ? പാട്ട് പാടാൻ ഇഷ്ടമാണ്, പക്ഷെ പാട്ടുകാരനാവും എന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ചെറുപ്പത്തിൽ വളരെ ചെറുതിലെ ചിത്രം വരെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ കളക്ട് ചെയ്യുക, വായിക്കുക, ഗാലറികൾ സന്ദർശിക്കുക, ഇതൊക്കെ ആയിരുന്നു ചെറുതിലുള്ള പരിപാടികൾ. പാട്ട് പാടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പാടാനൊക്കെ ശ്രമിക്കും. പക്ഷെ എന്നാലും ഒരു പാട്ടുകാരനായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു ചൈൽഡ്ഹുഡ് അല്ല എൻ്റെത്. ആണല്ലേ? എനിക്ക് ഭയങ്കര അത്ഭുതം അത് കേട്ട്. കാരണം ഞാനൊരു ഇൻ്റർവ്യൂ എടുത്ത് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് റിസർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ അറിഞ്ഞു റാസ നന്നായിട്ട് വരയ്ക്കും, ആർട്ടിസ്റ്റ് ആവായിരുന്നു ആഗ്രഹം. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ റാസന്റെ പെയിന്റിങ്സ് ഒന്നും എവിടെയും കണ്ടിട്ടില്ല, പാട്ടാണ് കൂടുതൽ കണ്ടത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്കിനി പെയിന്റിങ് ഇപ്പോൾ അങ്ങനെ എനിക്കൊരു മ്യൂസിക്കാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഗതി. പെയിന്റിങ് എൻ്റെ ഒരു സെൽഫ് ഹീലിങ്ങിനായിട്ടുള്ള ഒരു വഴിയായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലൊക്കെ വരക്കും എന്നുള്ളൂ. ഒരു മെയിൻ ആയിട്ടുള്ളൊരു സംഗതിയില്ല, എവിടെയും പ്രദർശിപ്പിക്കാനോ ഒന്നുമല്ല. നമുക്കത് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോസസ്സിൽ നമ്മൾ അനുഭവിക്കുന്നൊരു ഹീലിംഗ് ഉണ്ട്, അതിനു വേണ്ടി മാത്രം. റാസ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ റാസന്റെ ഉമ്മ പാടും എന്നൊക്കെ. അതെ 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 അതെ. ഉമ്മക്ക് ചെറുപ്പത്തിൽ നമ്മുടെ ഒരു എന്തെങ്കിലും നിങ്ങൾക്കൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മാൻ്റെ തന്നെയാണ്. ഉമ്മ പ്രൊഫഷണൽ സിംഗറൊന്നുമല്ല, അമേച്ചറായിട്ട് പാടുകയും പിന്നെ മുപ്പത്തി തന്നെ സ്വന്തം എഴുതുകയും കമ്പോസ് ചെയ്തൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പാടും. ചിലപ്പോൾ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ആളെ പറ്റിയിട്ട്
പറഞ്ഞിട്ടും കമ്പോസ് ചെയ്തിട്ടൊക്കെ സ്വന്തം അങ്ങനത്തെ ഉമ്മക്ക് ഭയങ്കര താല്പര്യമാണ് പാട്ടിനോട്. ആണല്ലേ? ഒരുപക്ഷെ നമുക്ക് അത് തന്നെ ആയിരിക്കും നമുക്കും നമ്മളിലേക്കും വന്നിട്ടുണ്ടാവും ഉമ്മാൻ്റെ ആ ഒരു താല്പര്യം തന്നെ ആയിരിക്കും, അങ്ങനെ വിചാരിക്കുന്നു. ഇപ്പം നിങ്ങളിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു, അതായത് നിങ്ങൾക്ക് പാട്ട് എൻകറേജ് ചെയ്യപ്പെടുന്ന ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നില്ല, അപ്പോൾ ഉമ്മ എൻകറേജ് ചെയ്തില്ലേ? അല്ല, എൻകറേജ് ചെയ്യത്തുന്നില്ല, അംഗീകരിക്കപ്പെടുന്നു. ഇപ്പം നമ്മുടെ വീടുകളിൽ, യെസ്, നമ്മുടെ വീടുകളിൽ നമുക്ക് എപ്പോഴും എന്ത് തന്നെ ആയാലും ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ചുറ്റുപാട് തന്നെയാണ്. കാരണം പാരൻസ് അതിൽ വലിയൊരു ഫാക്റ്റായിരുന്നു. കാരണം നമ്മുടെ മ്യൂസിക്കിനെയും ആർട്ടിനെയും ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളിനെല്ലാം ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു പല തരത്തിലും. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ട് സൊസൈറ്റിയിലേക്ക് പോയും സ്കൂളിലേക്ക് പോകുമ്പോഴേക്ക് അവിടെ വേറൊരു തരത്തിലുള്ള പിന്നെ കോമ്പറ്റീഷൻ ഉണ്ടാവല്ലോ. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും പിന്നിലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുക കൂടുതൽ കഴിവുള്ള കുട്ടികളായിരുന്നല്ലോ. പക്ഷേ പലപ്പോഴും ഇതിനോട് പാഷനുള്ള കുട്ടികൾ പിന്നിലാവുകയാണ്, ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ നിൽക്കുക. പക്ഷേ പാഷനുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞാൽ നമ്മൾ വേറൊരു തരത്തിലേക്ക് ഉയർന്നു വരാനൊക്കെ സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനൊരു സംഗതി ഉണ്ട്. അതേ പറഞ്ഞ ചൈൽഡ്ഹുഡ് എന്നുള്ളത് നമ്മൾ കുറേ കഴിഞ്ഞാൽ ഒരു കരിയർ തീരുമാനിക്കുള്ള ഒരു സാധനമായിട്ട് നമുക്ക് ഒരിക്കലും കഴിയില്ല. കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ മാറും, ഓരോരോ ആളുകൾ മാറി 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 പോകും. അതെ, അത് ശരിയാ. ഇപ്പം ഞാൻ പഠിച്ചതല്ല ഇപ്പം ഞാൻ അതെ 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 അത്രേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു ഇതിൽ കേട്ടു, അതായത് നമ്മൾ ഈ കല അല്ലെങ്കിൽ ഒരാളുടെ കഴിവ് എന്നുള്ളത് ചിലപ്പോൾ ഒരു ഹോളിട്ട് വരാം, അതിന് ആ ഹോളിൽ എവിടെയെങ്കിലും ഒരു വഴി അതിന് കണ്ടുപിടിച്ചാൽ അത് പുറത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാവും നിങ്ങളെ ആൾക്കാർ അറിയപ്പെടാനും റെക്കഗ്നൈസ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ വീട്ടിലൊരു നിങ്ങൾക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ? നമ്മളെ മൂത്തത് പിന്നെ പെങ്ങളാണ്, ആള് പിന്നെ നാട്ടിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ജ്യേഷ്ഠൻ അബുദാബിയിലാണ്, ആളും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അനിയനാണുള്ളത്, അനിയനും വർക്ക് ചെയ്യുന്നുണ്ട്. അനിയന് ഒരു 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്, കുറേ ലേറ്റ് ആയിട്ട് കിട്ടിയ അനിയനാണ്. പാട്ടിൽ ഏട്ടനും പാടും, ഏട്ടനും ഹാർമോണിയൊക്കെ വായിച്ച് പാടുകയൊക്കെ ചെയ്യും. പക്ഷെ അവനിങ്ങനെ അവൻ്റെതായിട്ടുള്ള ഒറിജിനൽസ് ഒന്നും ഇറക്കിയിട്ടില്ല. പക്ഷെ മേഖലകളിലൊക്കെ സജീവമാണ്, പാടും. ഗസലും പഴയ പാട്ടുകളും ഒക്കെ പാടും. മുഹമ്മദ് എന്ന പേര് അവൻ്റെ. പിന്നെ സ്കൂള് കഴിഞ്ഞു, പിന്നെ കല്യാണത്തിന്റെ ശേഷം ആണെന്ന് തോന്നുന്നു എനിക്കതിന് ബീഗത്തിനെ കണ്ടുപിട്ടിയത് എനിക്കതിന് മെഹഫിൽ. ബീഗത്തിന്റെ കണ്ടുപിട്ടിയ കഥകളൊക്കെ നമ്മളിങ്ങനെ പല ഇന്റർവ്യൂവിലും കുറെ പറഞ്ഞിട്ടുണ്ട്. അത് ഇതന്നെയാണ്, നമ്മൾ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം പരസ്പരം കാണുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ കല്യാണം കഴിക്കുന്നു. അതിന്റെ ശേഷമാണ് ശരിക്കും അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ഒന്നിച്ചുള്ള ചില പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരുപാട് ആളുകൾക്ക്, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് അധികം പാട്ടുകൾ ഉണ്ടായിരുന്നു. ഓമലാളൊക്കെ അതിൻ്റെ ഒരു തുടക്കമായിരുന്നു. നമ്മളൊരു ബ്രേക്കാന്നൊരു സോങ് ഒക്കെ ആയിരുന്നു. അത് യൂനുസ് സലീമാണ് അതിൻ്റെ ലിറിക്സും. പിന്നെ കമ്പോസിങ്ങിൽ ഞാനും അവനും രണ്ടാളും ഒരുപോലെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം അത് 10-8 വർഷം പോയി. പക്ഷെ അതിപ്പോ എഴുതി കുറേ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങളത് ഓമലാളന്റെ ഇപ്പോ അത് സ്പോട്ടിഫൈയിൽ 2 മില്യൺ ക്രോസ് ചെയ്തു. അതുപോലെ തന്നെ യൂട്യൂബിൽ 9 മില്യൺ ക്രോസ് ചെയ്തു. ജസ്റ്റ് ഓഡിയോ മാത്രമാണ്, വീഡിയോ പോലും ഇല്ല അതിന്. അപ്പോൾ അതിലൊരു മോട്ടിവേഷണൽ സാധനം ഉള്ള എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു റെക്കോർഡിങ് സംവിധാനങ്ങളും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് വെറും ഐപാഡിൽ ജസ്റ്റ് ഹെഡ്ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു പാട്ടാണ് ഓമലാള എന്നുള്ളത്. പക്ഷെ അതിപ്പോൾ യൂട്യൂബിൽ 9 മില്യണും സ്പോട്ടിഫൈയിൽ 2 മില്യൺ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഒത്തു വന്നതിന് ശേഷം നമ്മളൊരു പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു നിൽക്കുന്ന, മടിച്ച് നിൽക്കുന്ന പിന്നെ മ്യൂസീഷ്യൻസിന് അത് ശരിക്കും മോട്ടിവേഷണൽ സാധനമാണ്, കണ്ടന്റാണ് ശരിക്കും. അപ്പോൾ ഞാനത് ഇപ്പം അടുത്തൊരു റീലായിട്ട് ഞാൻ ഇട്ടിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. കാരണം നമ്മുടെ ടൂള് ഒരു പക്ഷെ പവർഫുൾ ആയിരിക്കണം എന്നില്ല, പക്ഷെ നമുക്ക് ചെയ്യാനുള്ള കോണ്ടന്റ് നമ്മൾ ചെയ്യാന്നില്ല, ആളുകളിലേക്ക് എത്തിക്കാനുള്ള. ഒരുപക്ഷെ കുറേ കഴിഞ്ഞാൽ ആ ടൂളിനെ പവർഫുള്ളാക്കുന്ന തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള പിന്നെ സംഗതികളൊക്കെ നമുക്ക് ഒത്തുവരും. മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടാവുകയും നമുക്കത് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അപ്പോൾ അതാണ് ഓമലാളെ 9 മില്യണും അല്ലെങ്കിൽ സ്പോട്ടിഫൈയിൽ 2 മില്യൺ ആകുമ്പം അതിൻ്റെ ഒരു റീച്ചിനേക്കാൾ ഉപരി ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രൊഡക്ഷൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. അത് ആളുകൾ മനസ്സിലാക്കണേ. ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഇപ്പോൾ തന്നെ ആൾക്കാർക്ക് അവർ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും കഴിവുണ്ടെങ്കിൽ ഒരുപാട് അവരെ എക്സ്പോസ് ചെയ്യാനുള്ള സൗകര്യവും ഇതൊക്കെ ഇപ്പോൾ ഉണ്ട്. ഞാൻ തന്നെ ഈ ടോക്ക് ഷോ കുറേ ഡിലേ ആക്കി വെച്ചത് എനിക്ക് ഇതിനെല്ലാം സെറ്റായിട്ട് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ ആഗ്രഹങ്ങളുള്ളിൽ ഒരുപാട് കാലമായിട്ടുണ്ട്.
അപ്പം അതിന് ഇതാ അത്രേ ഉള്ളൂ. അതെന്താ വെച്ചാൽ ടെക്നിക്കൽ സംഗതികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സപ്പോർട്ടും സംഭവങ്ങളും അത് ഗ്രാജുവലി ഉണ്ടാകുന്ന ഒരു സംഭവം. നമ്മൾ എന്താണോ കണ്ടന്റ് ചെയ്യാനുള്ളത് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ആർട്ടിലും മ്യൂസിക്കിലും ലിറ്ററേച്ചറിലൊക്കെ ഉള്ളൊരു സാധനം അത്. ഇപ്പം അത് കഴിഞ്ഞ് ഇപ്പം ദോഹയിൽ വന്നു. ദോഹയിൽ ഇപ്പം നിങ്ങളായിട്ട് ഇപ്പം ദോഹ നമുക്കൊരു സെക്കൻഡ് ഹോം ആണ് ശരിക്കും. ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് നമുക്ക് ദോഹയിൽ. പല വട്ടം വന്നതാണ്. സ്കൈ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട 3 വലിയ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. പിന്നെ ഇനിയിപ്പോൾ 11th അതും സ്കൈ മീഡിയ തന്നെയാണത്. അപ്പോൾ അങ്ങനെ പബ്ലിക് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരികയും ഒരുപാട് കണക്ഷൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ദോഹ ബാക്കിയുള്ള GCC രാജ്യങ്ങൾ ബാക്കി എല്ലായിടത്തും പോയിട്ടുണ്ടോ? GCC കൺട്രീസിൽ ഒരു ഇത് എല്ലായിടത്തും പോയിട്ടുണ്ട് നമ്മുടെ മ്യൂസിക് പരിപാടികളും ഒക്കെ ആയിട്ട്. ദോഹ ഒന്നുകൂടി പിന്നെ പറഞ്ഞ പോലെ ചെറിയ നാടാണ്. ഒരുപാട് സുഹൃത്തുക്കൾ എല്ലായിടത്തും ഉണ്ട്. ദുബായിലായാലും ഖത്തറിലായാലും ഒക്കെ ഉണ്ട്. പക്ഷെ ദോഹ ഒന്നുകൂടി കണക്ട് ചെയ്യാനും അപ്പുറം ഇപ്പുറമൊക്കെ പോകാനൊക്കെ ഭയങ്കര എളുപ്പമുള്ള ഭയങ്കര ചെറുതായുണ്ട്. അരമണിക്കൂറിൽ എവിടെ എത്തും? നിങ്ങൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് കമ്പോസിഷൻ ഏതായിരുന്നു? ഫസ്റ്റ് കമ്പോസിങ് ചോദിച്ച ഒരു കോമഡി ഉണ്ട്, പറഞ്ഞുതരാം. ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അത് എത്രാമത്തെ വയസ്സിലാണ് എനിക്ക് തോന്നുന്നു. നമ്മൾ 8ലോ 9ലോ 7ാം ക്ലാസ്സിലായിട്ട് പഠിക്കുമ്പോൾ ഞാനും എൻ്റെ അടുത്തുള്ള ജെനിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സുഹൃത്താണ്. ഞാനും ഏട്ടനും ജെനിലും കൂടി പണ്ടൊരു പാട്ട് പാടിയിരുന്നു. പക്ഷെ അത് പിന്നീട് ആ നാട്ടിലെ ഹിറ്റാവുകയും കല്യാണ വീടുകളിലൊക്കെ പാടി നടന്നിരുന്നു. പക്ഷെ ഇതുവരെ നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല. നമ്മൾ 3 കൂടി ഉണ്ടാക്കി. നമ്മൾ 3 എഴുതി, നമ്മൾ 3 കമ്പോസ് ചെയ്ത് പാടിയൊരു സാധനം ഇതിൻ്റെ. അതിൻ്റെ ഇങ്ങനെ ഒരു സാധനം. ഇത് മുഞ്ചത്തിപ്പെണ്ണേ മുഞ്ചത്തിപ്പെണ്ണേ മൈലാഞ്ചി കയ്യിലിട്ട മുഞ്ചത്തിപ്പെണ്ണേ അങ്ങനെ ഒരു സാധനം. പക്ഷെ മറന്നു ഞാൻ ശരിക്കും പറഞ്ഞു. പക്ഷെ അത് ഞാൻ കമ്പോസ് ചെയ്ത് ഇവരെന്നാളും കൂടി എഴുതലും പരിപാടിയൊക്കെ. പിന്നെ എന്നിട്ട് നമ്മളങ്ങനെ ഇറക്കിയത്. പക്ഷെ ഇപ്പൊ ഉണ്ട് അത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് സെനിൽ അത് അയച്ചു തന്നിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഫ്രണ്ടാണ് അവന്. 20-25 വർഷങ്ങൾക്ക് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം അത് അയച്ചെന്ന്. അത് എന്നിട്ട് എനിക്ക് ഭയങ്കര നമ്മൾ പഴയ കാലത്തിലൊക്കെ. അപ്പം നമ്മളിങ്ങനെ പ്ലാൻ ഉണ്ട് അതിങ്ങനെ ഒരു ഇറക്കാന്നുള്ള റീമിക്സ് വീണ്ടും. അപ്പം അതിപ്പോ മിക്കവാറും കൗമാരപ്രായത്തിൽ ആരെങ്കിലും ആയിരിക്കും. നമ്മുടെ പ്രായം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാ പ്രായത്തിലും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ സ്വാധീനിച്ച പാട്ടുകളും വരികളൊക്കെ ഉണ്ടാവില്ലേ ആ സമയത്തൊക്കെ. മലബാറിൽ പ്രത്യേകിച്ചും പറഞ്ഞ പോലെ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് എന്നുള്ള നിലക്ക് കൊല്ലം ഷാഫിയും പിന്നെ താജൂക്കിയും ഒക്കെ കടന്നു വരുന്നൊരു സമയമാണത്. അപ്പോൾ സ്വാഭാവികം നമ്മളത് കേൾക്കുന്നുണ്ടാവും, സംഗതികൾ വരുന്നുണ്ടോ അങ്ങനെ. അവർക്ക് സുഹൃത്തുക്കളാണ് നല്ല എല്ലാവരും. എല്ലാ മ്യൂസീഷ്യൻസും എഴുത്തുകാരും ഒക്കെ ഒരുവിധം നമ്മൾ സുഹൃത്തുക്കളാണ്. കാരണം എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കണക്ട് ചെയ്യാനും സംസാരിക്കാനൊക്കെ. ഫെയിം നിങ്ങൾ കടന്നു വന്നത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന്റെ ഇങ്ങോട്ടേക്ക്. നമ്മുടെ പാട്ടുകളുടെ ഒരു റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം അത്ര ആയിട്ടുണ്ടാവും, ഒരു 5-8 വർഷം. അതെ. അപ്പം ആ സമയത്ത് എനിക്ക് തോന്നുന്നു റാസ ഗൾഫിലായിരുന്നു, ജോലിയായിരുന്നു. അതെ അതെ അതെ. അപ്പൊ എന്തായിട്ടായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഡിസൈനർ ആയിരുന്നു ഞാൻ. ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ, ഒരു സിറിയക്കാരുടെ ഒരു പ്രൊഡക്ഷനിൽ ഡിസൈനിങ് ആയിരുന്നു. ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ. അതിപ്പോ നമ്മളുടെ ഇൻ ഹൗസ് ഡിസൈനിന് വേണ്ടിയിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പുറത്തേക്കുള്ളൊന്നും ചെയ്യുന്നില്ല. ശരി. അപ്പം എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പം നമ്മളിപ്പോൾ ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു, ആ സമയത്ത് പിന്നെ നമ്മൾ ഫെയിം വരുന്നു. അപ്പം എങ്ങനെ നിങ്ങൾ ഈ ഫെയിമിനൊക്കെ മാനേജ് ചെയ്ത്? ഇപ്പോഴും ഫെയിമിനെ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രശ്നമൊന്നും എനിക്കില്ല. കാരണം എനിക്കിപ്പോൾ തോന്നിയിട്ടില്ല ഒരിക്കലും ഇതുവരെ ആയിട്ട്. അങ്ങനെയല്ല, കുറച്ചെങ്കിലും അറിയപ്പെടുന്നു എന്നുള്ളൊരു സാധനം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അതൊരു പറയാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് മാനേജ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് അധികം ആലോചിക്കുന്നുമില്ല. ആളുകൾ ചിലപ്പോൾ കൂടി വന്നാൽ ഇതുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സെൽഫി എടുക്കട്ടെ എന്നൊക്കെയുള്ള സാധനം. അത് നമുക്കൊരിക്കലും ഇടങ്ങാറുള്ള സംഗതികളൊന്നുമല്ല. പലപ്പോഴും ആളുകൾ അവർ പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് സെൽഫി എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ, നമ്മൾ അധ്വാനിച്ചതിൻ്റെ ക്രെഡിറ്റും റിസൾട്ടൊക്കെ ആണത്. നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, നമ്മളോട് സ്നേഹം കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു കിട്ടുന്നൊരു പ്രിവിലേജാണ്, അത്രയേ ഉള്ളൂ.
അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഫേമസ് എന്നുള്ളൊരു സാധനത്തിലേക്ക് എനിക്ക് ഇപ്പോഴും അത് ഞാൻ ഉള്ളിലേക്ക് എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധനം. നമുക്ക് മാക്സിമം കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് നമ്മളുടെ പാട്ട് കേട്ടിട്ട് സമാധാനം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുന്ന ആളാണ് പേഴ്സണലി ഞാൻ. അത് നമ്മൾ ചെയ്യുക മാക്സിമം. ആ ചെയ്യുന്നത് വഴി അവർ സമാധാനം കണ്ടെത്തി നമ്മളോടത് സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ആണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് അത് പല രീതിയിലാണ്. ചിലവർ പ്രണയിക്കുന്നവരാവും, ചിലപ്പോൾ വിഷമിച്ചിരിക്കുന്നവരാവും. പാട്ട് കേൾക്കാന്ന് പറയുന്നത് അത് അതിൽ കിട്ടുന്ന ഒരു ഹീലിംഗ് ഭയങ്കരമാണ്. പെട്ടെന്ന് ആളുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോമും കൂടിയാണ് മ്യൂസിക് എന്ന് പറയുന്ന സംഭവം. മറ്റേത് ആർട്ട് ഫോമിനേക്കാളും സ്പീഡിൽ വളരെ ഫാസ്റ്റ് ആയിട്ട്. നിങ്ങൾ ഓമലാളെ പാട്ടും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഓമലാളെ ഒരുപാട് ഇമോഷൻസ് പല ആളുകൾക്കും പല തരത്തിലാണ് ആ ഇമോഷൻസ് കിട്ടാറുള്ളത്. നമ്മളോട് ഒരുപാട് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ, ഭാര്യ ഒരു പക്ഷേ നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ ജോലി സംബന്ധമായിട്ട് പല നാടുകളിൽ താമസിക്കുന്ന ആളുകൾ. യെസ്, വിരഹം, സെപ്പറേഷൻ, പെയിൻ ഓഫ് സെപ്പറേഷൻ, എല്ലാ സാധനവും ഉള്ളൊരു സാധനം. പെയിൻ ഓഫ് ലവ്, പെയിൻ ഓഫ് ആ വെയിറ്റിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ കാത്തിരിപ്പ് സാധനങ്ങൾ, അതൊക്കെ ഉള്ളൊരു സാധനം. എന്നാൽ പിന്നെ ഒരു ഉമ്മ മരിച്ചതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് കരഞ്ഞുകൊണ്ട് രാത്രി വിളിച്ചൊരു എനിക്ക് അനുഭവമുണ്ട്. കാരണം പ്രവാസിയാണ് ആള്. അപ്പോൾ ആള് പറയുന്നൊരു സാധനം എന്താ വെച്ചാൽ, ജീവിതത്തിൻ സാഗരത്തിൽ വിരഹവേദനയും വേണി പാടിത്തരാം. ജീവിതത്തിൻ സാഗരത്തിൽ വിരഹവേദനയും തുഴഞ്ഞു, കണ്ടതില്ല നിന്നെ മാത്രം കടലു നീ എന്നറിയുവോളം, കടലു നീ എന്നറിയുവോളം. ഭയങ്കര രസമുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള വിഷമം. അതെ അതെ അതെ. അപ്പോൾ ഈ ഓമലാള എന്ന് പറയുന്ന ട്രാക്ക് ഓരോ ആളുകളെയും അവരുടെ പിന്നെ ഇമോഷണലി കണക്ട് ചെയ്യുന്നത് പല ആംഗിളുകളിലൂടെയാണ്, പല വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിലൂടെയാണ്. പ്രണയമുണ്ട്, വിരഹമുണ്ട്, കാത്തിരിപ്പുണ്ട്, എല്ലാം ഉണ്ട്, സെപ്പറേഷനും എല്ലാം ഉണ്ട്. അതെ, അപ്പൊ അതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്യാനും കൂടെ പറ്റുന്നത്. അതെ അതെ. ഒരുപാട് ട്രാക്കുകൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ ഒരു EP ശ്യാം എന്ന് പറഞ്ഞൊരു EP ഇറക്കിയിരുന്നു, 5 ലോങ് സോങ്സ് ഉള്ള. അതും ഇപ്പോൾ ആളുകൾ ഇങ്ങനെ കേൾക്കുകയും പിന്നെ കത്തുപാട്ട് എന്ന് പറഞ്ഞിപ്പോൾ അടുത്ത് ചെയ്തിരുന്നു. ഏകദേശം ഒരു എനിക്കൊന്ന് ഒരുപാട് 10-50 പാട്ടിന് മുകളിലൊക്കെ എന്തായാലും ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ സ്വന്തം ഒറിജിനൽസ്. 50 പോരാ, ഒരു 100-ന് ഉണ്ടാവും എന്തായാലും. അപ്പം അതിൽ നമ്മളെ സ്ഥിരം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞ പല ട്രാക്കുകളും ലൈവിൽ സലാം ചൊല്ലി അങ്ങനെ പലതും ചോദിക്കാറുണ്ട്. പിന്നെ അതെ അതെ അതെ, സലാം ചൊല്ലിയും നല്ല പാട്ട്. ഈ പറഞ്ഞ വരികൾ ഞാൻ പറയാം, നല്ല പാട്ടെന്ന് എൻ്റെ പറയില്ല, ലിറിക്സ് ഭയങ്കര ആളുകൾ കണക്ട് ചെയ്യുന്ന സംഭവം. അങ്ങനെ ഇതെന്താ വെച്ചാൽ ഇത് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എനിക്ക് ലിറിക്സ് ഭയങ്കര ഇഷ്ടമാണ്, പോയട്രി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പോയട്രീനെ നമ്മളെ മുമ്പിലിരിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ എത്ര എഫക്റ്റീവായിട്ട് കടത്തി വിടാൻ പറ്റും എന്നുള്ളതിൻ്റെ ശ്രമമാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു താല്പര്യമില്ലാതെ ജെന്യൂൻ അല്ലാണ്ട് ഇങ്ങനെ പാടിപ്പോവാം. പക്ഷെ അതിനേക്കാളും ആ ഓരോ വാക്കുകൾക്കും നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥതയും സാധനത്തോടുകൂടി നമ്മൾ മുമ്പിലിരിക്കുന്ന ആളുകളോട് അത് പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര അത് ഫീൽ ചെയ്യും, അവർക്കത് കണക്റ്റ് ആകും കൃത്യമായിട്ട്. മറ്റേ നമ്മളൊരു മെക്കാനിക്കൽ സാധനമാണ്, എന്തിലും ഉണ്ട് കേട്ടോ അത്. ഇപ്പം നമ്മൾ എന്ത് പണിയായാലും എന്ത് ആർട്ടായാലും ഒക്കെ അതുണ്ട്, അതിൻ്റെ ഫുള്ള് കൊടുക്കാന്നുള്ള. അതെ. അപ്പം ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് റാസ ഒരുപാട് ഈ വളർന്നു വരുന്ന ആൾക്കാരെ റാസ നന്നായിട്ട് ബാക്ക് ചെയ്യാനും അവരെ ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനും റാസ ശ്രമിക്കാറുണ്ട്. അപ്പം റാസ അങ്ങനെ ചെയ്യണത് റാസന്റെ സ്വന്തം ഇതുകൊണ്ടാണോ, അത് റാസ സ്ട്രഗിൾ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഫെയിം എത്തുന്ന ആ ഒരു സിറ്റുവേഷനിൽ റാസക്ക് ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും അനുഭവം കൊണ്ട് ഇനി മറ്റൊരാൾക്ക് അങ്ങനെ വരരുതെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടാണോ റാസ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് ആൾക്കാരെ? ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അത് എങ്ങനെയായാലും പിന്നെ നമുക്ക് ഉമ്മാൻ്റെ അടുത്തൊക്കെ കിട്ടിയായിരിക്കാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഉപ്പ ഒക്കെ ചെറുതിലെ പഠിപ്പിച്ച സംഗതികളൊക്കെ ആയിരിക്കാം, നമ്മളറിയാതെ നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള സ്വഭാവമാണത്. അപ്പം അതന്നെ നമ്മൾ മ്യൂസിക്കിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ, ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, എന്നാൽ പിന്നെ പലതരത്തിലും ഫെയിം കിട്ടാത്ത അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാത്ത ആളുകൾ നമ്മളുടെ മുമ്പിൽ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും അത് ചെയ്യലുണ്ട്, അവസരം കൊടുക്കുകയും പിന്നെ ഈവൻ നമ്മളായിട്ട് കൊളാബ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാറുണ്ട്. കാരണം അതിനെല്ലാം എനിക്ക് ഇൻസ്പിറേഷൻ സിത്താര കൃഷ്ണകുമാർ, ഉമ്പായിക്ക, ഇവരൊക്കെ അതിന് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. സിത്താരൻ്റെ ഒക്കെ പാട്ട് പിന്നെ ഏച്ചിന്ന് വിളിക്കണം, പക്ഷെ എനിക്ക് ഏച്ചിന്ന് വിളിക്കാൻ താല്പര്യമില്ല. കാരണം അവർ പിന്നെ ബ്ലെസ്ഡ് ആണ്, വളരെ യങ്ങായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മളെന്തിനാ ഏച്ചിന്ന് വിളിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഐക്കണിനെ നമ്മളെപ്പോഴും പേര് വിളിക്കുക, അതാണ് അതിൻ്റെ ഒരു ശരിയെന്നാണ് ഞാൻ വിചാരിക്കാം. പക്ഷേ റെസ്പെക്റ്റ്ഫുള്ളാണ് നമ്മൾ, അതിൻ്റെ ഉള്ളിൽ റെസ്പെക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ.
അപ്പോൾ സിത്താര ഒരു അനുഭവം എനിക്കുണ്ടായെന്ന് വെച്ചാൽ ഞാൻ അത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും വളരെ പേഴ്സണലായിട്ടുള്ളൊരു സംഗതിയാണ്, പക്ഷേ എനിക്ക് തോന്നിയത് പറയുന്നത്. കാരണം ഞാനൊരു കൊളാബറേഷൻ സിത്താരയായിട്ട് ചെയ്യുമ്പം വളരെ വലിയ റെമ്യൂണറേഷനും ഇതൊക്കെ ഓൾറെഡി സിനിമയിലൊക്കെ വാങ്ങുന്നതാണ് പാടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ആ പാട്ട് ആദ്യം അയച്ചു കൊടുത്തു, ആൾക്ക് ഇഷ്ടമായി, ഓക്കെ നമുക്ക് പാടാമെന്നൊക്കെ പറഞ്ഞു. നമ്മളൊരു ഡേറ്റ് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ റെമ്യൂണറേഷൻ ചോദിക്കുമ്പോൾ പറയുന്നില്ല അവിടെ, അതൊക്കെ നമുക്ക് പറയാം എന്നൊക്കെ പറഞ്ഞ ഒരു തമാശയിൽ അങ്ങനെ പോവാം. ഞാൻ വീണ്ടും ചോദിച്ചു. അങ്ങനെ അവസാനം പാട്ട് കഴിഞ്ഞിട്ടും ആള് റെമ്യൂണറേഷൻ വാങ്ങിയില്ല. കാരണം ഞാൻ അത് പിന്നെ ഭയങ്കര അതിലെ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ നമ്മളതിനെ, കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായി ആ കാര്യത്തിൽ. കാരണം ആള് പോലുള്ള ഒരാൾ പാടാൻ വേണ്ടി തയ്യാറായി, പിന്നെ റെമ്യൂണറേഷനും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. എന്നിട്ട് പാട്ട് കഴിഞ്ഞേരം പറഞ്ഞു പൈസ ഒന്നും വേണ്ട, ഈ ഒരു ചോക്ലേറ്റ് ആയിട്ട് മാറ്റി തന്നു. പിന്നെ അപ്പോൾ അത് കേട്ടൊരു ശരിക്കും നമ്മൾ വല്ലാത്തൊരു ഇമോഷണൽ സാധനത്തിലേക്ക് പോയി. ഇതൊരു അനുഭവം. കാരണം സിത്താര എന്ന് പറയുന്ന ആൾ അവിടെ കണ്ട എന്താണെന്ന് വെച്ചാൽ അപ്കമിങ് ആർട്ടിസ്റ്റുകളാണ്, അവരുടെ ഫെയിമും അവരുടെ കഴിവും സാധനങ്ങളൊക്കെ കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സംഗതിയൊക്കെ നടക്കുക. അതാണ് ഞാൻ പറഞ്ഞു, മുംബൈക്കാനായാലും സിത്താരൊക്കെ ആയിട്ടും നമുക്ക് ആ തരത്തിൽ ഭയങ്കര റെസ്പെക്ട്ഫുള്ളാണ് അവരോടുള്ള ഒരു സാധനം ഉണ്ടല്ലോ. പക്ഷെ എന്നാൽ ഇതേ സമയത്ത് ഞാൻ പേര് പറയുന്നില്ല, പേര് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. ശരിക്കും നമുക്ക് എന്താ വെച്ചാൽ ആ സദസ്സിൽ നമ്മൾ എത്തുകയും നമ്മളോട് ഏതോ തരത്തിലുള്ള ശത്രുത ഉള്ളിൽ വെച്ച് പുലർത്തുന്ന പോലെ നമ്മളോട് സംസാരിക്കാതിരിക്കുകയും, എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു, പക്ഷെ ബാക്കിയുള്ള ആളോടൊന്നും സംസാരിക്കാതിരിക്കുകയും ആ സദസ്സിൽ നിന്ന് നമ്മളോടൊരു ശത്രുത ഉള്ളതുപോലെ എണീറ്റ് പോവുകയും ചെയ്തു. പക്ഷെ എന്തിനാണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താ വെച്ചാൽ നമ്മളങ്ങനെ ആയിക്കൂടാ, ഇതിങ്ങനെ ആവാം എന്നുള്ള സാധനം. അപ്പം നമ്മുടെ ചുറ്റിലും അങ്ങനെ സംഗതികളുണ്ട്. അപ്പം എന്തിനാണ് നമ്മൾ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ ജന്മന നമ്മളൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം അത് ഉത്തരവാദിത്വം കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളത് പണിയെടുക്കണം. അതിൽ നമുക്കങ്ങനെ ഒരു ബ്ലെസ്സിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പണിയെടുക്കുകയും അതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാവുകയും അതിൽ ആളുകൾ ഹീൽ ചെയ്യുന്ന തരത്തിലേക്ക് അതിന് കൺവേർഷൻ നടക്കണം ആ സംഭവത്തിൽ. അതൊക്കെ നടന്നുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ ചുറ്റുപാടുള്ള ആളുകളെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ ആക്കാതെ അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റാന്നുള്ളതാണ് നമ്മുടെ പ്രസൻസ് കൊണ്ടും നമ്മളുടെ ആർട്ടിൻ്റെ പെർഫോമൻസ് കൊണ്ടും. പക്ഷേ ചില ആളുകൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, അവരെല്ലാം ചെയ്യും. പക്ഷേ അതാണ് ഞാൻ പറയുന്നത്, മനുഷ്യൻ്റെ ഏറ്റവും സ്വാഭാവികമായുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ പിന്നെ ക്ലിയറാക്കി ശുദ്ധീകരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് മ്യൂസിക്കിലും ജീവിതത്തിലും മനുഷ്യന്മാർ ചെയ്യാൻ പറ്റുന്നൊരു സാധനം. കാരണം നമ്മളൊരു സാധനം ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ തന്നെ മാറി നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്നത് ശരിയല്ലാണ്ട്. അപ്പം നമുക്ക് മാറ്റാമല്ലോ. അതെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇനിയിപ്പം മറ്റൊരു പാട്ടുകാരനായാൽ പോലും നമ്മളൊക്കെ അവരെ ആരാധിക്കുന്ന ആ ഒരു പാട്ട് എന്നുള്ള കഴിവിനോട് ആ ഒരു കഴിവിനെയാണല്ലോ നമ്മൾ സ്നേഹിക്കുന്നതും ഇതാ. അപ്പം അതിൻ്റെ കൂടെ ആ വ്യക്തിത്വം മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നു. ഉണ്ട്, അത് വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം പക്ഷെ എന്നാൽ ചില ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ആർട്ടും പേഴ്സണാലിറ്റി ആർട്ടും ആർട്ടിസ്റ്റും എന്ന് പറയുന്നത് ഒരു വളരെ ചർച്ച ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം പിന്നെന്ത് ചെയ്യാന്നറിയോ, അതൊക്കെ അങ്ങനെയാണെന്ന് നമ്മൾ അംഗീകരിക്കുക. അവരങ്ങനെയാണ്, കാരണം അവരുടെ ഫ്ലോന് വിടുക എന്നുള്ള സാധനമാണ്. ഇപ്പം നമ്മൾ രണ്ടാളോട് പറഞ്ഞു വിചാരിച്ച്, അല്ലെങ്കിൽ നമ്മൾ രണ്ടാളും ഭയങ്കര ഉഷാറായിട്ട് ഇതൊക്കെ പറയുക, അതല്ല, നമുക്ക് നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലൊക്കെ ആയാലും നമ്മൾ മനുഷ്യൻ എന്നുള്ള ആൾക്ക് ഇങ്ങനെ പറയുന്ന അങ്ങനല്ലോ ഇതിലൊന്നൊരു മാറ്റവും ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇതേമാതിരി ഒരു സെലിബ്രിറ്റി, അതും പേരെടുത്ത് പറയുന്നില്ല, വളരെ സാധാരണ, ഞാനിപ്പോൾ ആരും അല്ലല്ലോ. അപ്പം ഞാൻ ഇതേമാതിരി ഭയങ്കര ഫാൻ മൊമെന്റ് ഉണ്ടായിട്ട് ഞാൻ ഒരു സെലിബ്രിറ്റീനെ കാണാൻ സെൽഫിയും ഒരു ഓട്ടോഗ്രാഫ് ചോദിച്ചപ്പോൾ ആള് ഭയങ്കര തിരക്ക്, പ്രോബ്ലി ആള് രാവിലെ മുതൽ ഫ്ലൈറ്റ് വന്നു, ഇവന്റ് കഴിഞ്ഞു, തിരിച്ചു പോയി, ആ ഒരു ഇതിലായിരിക്കും. അപ്പം ആളിങ്ങനെ ആട്ടുന്ന മാതിരി നടക്കൂല എന്ന് പറഞ്ഞപ്പം ഒരുപാട് ഞാൻ ആരാധിക്കുന്ന ആളാണെങ്കിൽ പോലും അന്ന് എനിക്ക് വിഷമായി. ഇപ്പം കാലം പോയ കൊണ്ടിപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, അയാൾ തിരക്കായിരിക്കും, അയാൾക്ക് അയാളുടേതായിട്ടുണ്ടാവില്ല, ആ ഒരു ഇതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ എന്താ പറയാ ഒരു ചിരി അല്ലെങ്കിൽ ഇത് മ്യൂസിക്കിൽ മാത്രമല്ല, നമ്മൾ മനുഷ്യനോട് പെരുമാറുന്നതിൽ നമുക്ക് ഒരു ചിരിക്കാൻ പറ്റിയ എന്താ അതിന് നഷ്ടമൊന്നുമില്ലല്ലോ.
അതെ, അതെനിക്ക് മനസ്സിന്റെ ഒരു വലുപ്പം അല്ലെങ്കിൽ നമുക്ക് മെച്ചൂരിറ്റി ഇതൊക്കെയാന്ന് തോന്നുന്നു അതിനെ. പല ആളുകൾക്കും പല തരത്തിലാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊക്കെ അടങ്ങിയതാണ് ലോകം. അപ്പോൾ ആ ലോകത്തിലേക്ക് നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ സ്വന്തം ഫിറ്റ് ആവാന്നുള്ളതാണ്. അതാണ് ഇപ്പം. കാരണം ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള വിശദീകരണങ്ങൾ ഉണ്ടാവും അവർക്ക്. അവരുടെ അപ്പത്തെ മാനസികാവസ്ഥ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അതാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് അറിയെങ്കിൽ നമുക്കൊന്ന് ചിരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക, നമുക്ക് പറ്റുവാണെങ്കിൽ ചെയ്തൂടെ. അതിന് വേറെ നഷ്ടമൊന്നുമില്ലെങ്കിൽ. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതിൽ 2-3 കാര്യങ്ങൾ ഇപ്പം എനിക്ക് ക്ലിക്കായത് എന്താണ്, ഒന്ന് ഈ വരുന്ന പുതിയ തലമുറ അവർ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്കിപ്പോൾ ആ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്, എല്ലാം സെറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ പറഞ്ഞത് വളരെ വലിയ കാര്യം. 2, നമ്മൾ വലുതാവും തോറും നമ്മൾ എന്താ പറയുക, നമ്മളെ മറക്കാതിരിക്കുക, വരുന്നവരെ അംഗീകരിക്കുക, എന്താ പറയുക. അത് ഒരു എന്താ, മനുഷ്യന്മാരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ എല്ലാവരും ആശ്രിതരാണ് പല തരത്തിലും. ഒരാൾ ഒറ്റയ്ക്ക് നാളെ രാവിലെ മുതൽ ജീവിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പം അത് നമ്മുടെ ജീവൻ നിലനിർത്താനും ഭൂമി നിലനിർത്താനും സമൂഹം നിലനിർത്താനൊക്കെ അത് ആവശ്യമുള്ളൊരു സംഗതിയാണ്. പരസ്പരം ഹെൽപ്പ് ചെയ്യുക, പരസ്പരം സംഗതിയാണ്. അപ്പോൾ അത് മ്യൂസിക്കിലും ഉണ്ട് എന്നുള്ളതാണ്. അതെ. ഇപ്പം നിങ്ങൾ ഇപ്പം പാട്ട് കമ്പോസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണൽ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ പേഴ്സണൽ ഫീലിങ്സ് അത് നിങ്ങൾക്ക് ബേസിസ് ആവാറുണ്ടോ? പിന്നെ ഞാൻ 2 കൊല്ലം ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ പോയൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര മെൻ്റലി ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ പോലെ വേദനകൾ അനുഭവിച്ചിരുന്ന സമയത്ത് ഞാൻ ചെയ്ത പാട്ടാണ് കേസേ ചുപ്പാ റാസം. कैसे छुपा राज़म दीदार को क्या करूं, दिल की तपिश को क्या करूं, सोज़े जिगर को क्या करूं, कैसे छुपा राज़म പേഴ്സണൽ സംഗതികൾ നമ്മുടെ പാട്ടിന് വരും. നമ്മുടെ പല ഇമോഷൻസും സംഗതികളൊക്കെ വരും. നമ്മളുടെ യാത്രകൾ വരാം, അതിൽ നിന്ന് ഇൻസ്പിറേഷനായിട്ട്, നമ്മളെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഇൻസ്പിറേഷനായിട്ട് വരാം, പല സംഗതികളും. അപ്പം അങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി ലാസ്റ്റ് വന്നൊരു സംഭവം, പക്ഷേ ഉറുദു ആണ്. ഇതങ്ങനെ ആരും കേട്ടിട്ടൊന്നുമില്ല. ഹസ്രത് മൊഹാൻ്റെ ക്ലാസിക്കൽ ഉറുദു പോയട്രിയാണ്. അങ്ങനെ പലതും. അപ്പം നമ്മുടെ കമ്പോസിങ്ങിന് പാട്ടുകൾ ഉണ്ടാവാൻ പലതും നമുക്ക് ഇൻസ്പിറേഷൻ ആവാം പലതരത്തിലും. ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിന്നെന്താ വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അടുത്ത പാട്ടിനെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ട് കാരണം ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ചോളം അവർ 24 hours അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്ത് പാട്ട് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാട്ടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ. പിന്നെ എല്ലാത്തിനും ഒരു ട്യൂൺ അല്ലെങ്കിൽ ഒരു ഇത് ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ട്. ഇപ്പോൾ എഴുതാനുള്ള അതിനെക്കുറിച്ചൊരു പാട്ട് വരണമെന്ന് നമ്മൾ ആലോചിക്കും. എങ്ങനെ ഉണ്ടാവും, നല്ല ഉണ്ടാവും, പിന്നെ അതിങ്ങനെ ഡെവലപ്പ് ആവും. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ ആർട്ടായി മാറുന്നത് പലപ്പോഴും. നമ്മളുടെ റിഫ്ലക്ഷൻസ് തന്നെയാണ്. അതാണ്. അതായത് ഇപ്പോൾ ഈ മൂവിനെ കൊണ്ട് പറഞ്ഞ കാര്യമില്ല, നമ്മൾ ഒരിക്കലും മൂവിയിൽ നടക്കുന്ന കാര്യമാണ് ആൾക്കാർ പിന്നെ ഫോളോ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, നടക്കുന്ന കാര്യങ്ങളാണ് അവർ പോർട്രേ ചെയ്തിട്ട് മൂവി ആക്കുന്നത്. ശരിയാണ്. നിങ്ങളെ ലൈഫിൽ വെച്ച് നോക്കുമ്പോൾ മോൾ എന്ത് പറയുന്നു? സൈനബ് കുട്ടി നല്ല പാട്ടുകാരി കേട്ടോ ആള്. ഓള് വേറെ ഇപ്പൊ പറഞ്ഞ പോലെ ഗിറ്റാർ വായിച്ച് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗിറ്റാർ വായിക്കാനും സ്വന്തമായിട്ടുള്ള പഠിക്കലും ഇതൊക്കെയാണ്. ഒരിക്കൽ പഠിപ്പിക്കാനൊക്കെ നോക്കിയിരുന്നു. പക്ഷെ മുപ്പത്തിക്ക് പഠിപ്പിക്കുന്നതിൽ എന്താ അറിയില്ല. മേ ബി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ പോയിരിക്കും. പക്ഷെ നമ്മൾ ഉള്ള സമയത്ത് അതിനുള്ള പാട്ടും പഠിക്കുന്നില്ല, ഗിറ്റാറും പഠിക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല. പക്ഷെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ മോള് പഠിക്കണം. എന്താ വെച്ചാൽ പഠിക്കുന്നത് നല്ലതാണ്. എന്തായാലും നല്ല നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത് പഠിക്കുന്നത് നല്ല തന്നെ, വോക്കലായാലും ഗിറ്റാറായാലും ഒക്കെ. പക്ഷെ എന്തോ അവൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എനിക്കറിയില്ല. ഇല്ല, ഗിറ്റാർ വെച്ച് പാടൊക്കെ ചെയ്യും. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ആളുകൾ ചോദിക്കും ഇത് എവിടുന്ന പഠിച്ചെന്നൊക്കെ ചോദിക്കും. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, ഇത് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പഠിക്കണം എന്നില്ല.
അത് ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ ക്വാളിറ്റി ഭയങ്കര അത്തരത്തിലുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. നമുക്കിപ്പോൾ പബ്ലിക്കിലൊരു പ്രോഗ്രാം നടത്താൻ ഇത് പഠിച്ചിട്ടൊന്നല്ല, ഇപ്പം നമ്മളും പഠിച്ചിട്ടൊന്നല്ല നടത്തുന്നത്. പക്ഷേ നമ്മളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് വേറൊരു തരത്തിലേക്ക് പോകാൻ അത് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ അപ്പോൾ അതിനിങ്ങനെ പറയുന്നില്ല. പക്ഷെ അവളിങ്ങനെ അവളുടെ ഒരു ജോണർ ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ജോണറാണ്. പ്രത്യേകിച്ച് ഈ സ്ട്രേ കിഡ്സും ഇതൊക്കെയാണ് അവളുടെ ഒരു പ്ലേ ലിസ്റ്റ്. ബില്ലി ഐലിഷും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് പിങ്കും പിന്നെ കെ പോപ്പും ഇതൊക്കെയാണ്, മറ്റേ BTS ഒക്കെ ആണ്. പക്ഷെ ഇപ്പം കുറച്ചടുത്തായിട്ട് മൈക്കിൾ ജാക്സനും പിന്നെ ഇതൊക്കെ കേൾക്കുന്നത് കുറെ അത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഒരു റീവിസിറ്റ് നല്ലതാണ് എന്തിലും, ആർട്ടിലൊക്കെ. കാരണം അത് അവർക്ക് നല്ലതേ കിട്ടും, നല്ല കുറേ സംഗതികൾ കിട്ടും. ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചോളം ഒരു പഴയ താജ്മഹൽ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഇൻസ്പിറേഷൻ, അവർ ആർട്ട് വർക്കിൽ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ കുട്ടികൾക്കും അന്ന് മാസ്റ്റേഴ്സ് ചെയ്തു വെച്ച സാധനങ്ങളിലേക്ക് റീവിസിറ്റ് ചെയ്യുമ്പം അവർക്ക് കിട്ടുന്ന ഇൻസ്പിറേഷന്, അവർക്ക് കിട്ടുന്ന പല കണ്ടന്റുകൾ സംഗതികളൊക്കെ അത് നല്ലതാണ്. അവള് ക്രിട്ടിക് ചെയ്യോ നിങ്ങളെ ഈ ഇത് ശരിയില്ല, അല്ലെങ്കിൽ അവള് സജഷൻസ് എന്തെങ്കിലും പറയോ നിങ്ങളുടെ കമ്പോസിഷനിൽ? ഇല്ല, അതൊന്നും പറയില്ല. അവള് പറയൂ ശരിയായ ഇഷ്ടമായെന്ന് പറയും, ഇഷ്ടമായില്ല അത് മുഖത്ത് നോക്കി പറയും. അതിലൊരു ഇതുണ്ടാവില്ല ഒക്കെ പറയും. പക്ഷെ അങ്ങനെ അതൊന്നും പറയുകയും ചെയ്യില്ല. പക്ഷെ ഇപ്പം അടുത്ത് നോക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും റെക്സ് വിജയനും കൂടി കൊളാബ് ചെയ്തിട്ടുള്ള അയ്യപ്പ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ അറേഞ്ച്മെൻറ്റും ഒക്കെ ഭയങ്കര ഉണ്ട്. അത് ഇതാണ് ഒരു കാത്തിരിപ്പുണ്ട് മലയിൽ, കുറച്ച് ടോപ്പാണ്. എനിക്കൊന്ന് കുറച്ചും കൂടി ഇതിലേക്ക് വരും. കാത്തിരിപ്പുണ്ട് മലയിൽ ശബരിഗിരിവാസൻ, മനമറിഞ്ഞ് കുളിര് തൂകും കാനനവാസൻ, കണ്ണു വെട്ടത്ത് വന്നൊരു പൂനീല പൈതൽ, വർണ്ണമൂക്കിലും മോഹം ചാർത്തിയ കലിയുഗവരദൻ. അങ്ങനെ ഒരു സാധനമാണ്, കുറേ ഉണ്ട്. അപ്പോൾ അത് ശരിയൊരു കൺവെൻഷണൽ സ്റ്റൈലിന് വ്യത്യസ്തമായിട്ട് ചെയ്തൊരു ട്രാക്കാണ് അയ്യപ്പ സോങ്. അതെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൻ്റെ ഈ സ്പിരിച്വൽ സ്പോട്ട് എന്ന ആളുകൾ പറയുന്ന, എല്ലാവരും പോകുന്ന, രാഷ്ട്രീയത്തിനപ്പുറം മറ്റേതെങ്കിലും വിഭാഗങ്ങൾക്കപ്പുറം എല്ലാവരും ഒന്നിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഇതേപോലത്തെ ശബരിമല, മമ്പറമൊക്കാമു, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫീച്ചർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു പ്രോജക്റ്റിലെ ആദ്യത്തെ ഒരു പാട്ടാണ്. അത് കഴിഞ്ഞാൽ വേറെ മമ്പറമൊക്കാമിനെ കുറിച്ചിട്ടുള്ള സാധനം ഉണ്ടാവും. അല്ല, അത് എൻ്റെ വിശ്വാസമല്ല. അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സ്പോട്ടിനെ നമ്മൾ ഫീച്ചർ ചെയ്യുന്നു. എന്താ വെച്ചാൽ അവിടെ എല്ലാവരും ഇപ്പോൾ ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പാട്ടുകളുണ്ടൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനൊരു എല്ലാവരും ഒന്നിക്കുന്ന ഒരു സ്പോട്ടുകളാണ്. അപ്പോൾ ആ സ്പോട്ടുകൾ നമ്മൾ ഫീച്ചർ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു ലിബറൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി, അതിൻ്റെ ഒരു മതേതരത്തിൻ്റെ ഒരു ബ്യൂട്ടി കാണിക്കാൻ വേണ്ടി പറയുന്നൊരു സാധനം. അപ്പം റാസന്റെ വ്യൂ എങ്ങനെയാ റിലീജിയൻ? റാസക്ക് ഞാൻ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഒരാളെയും പിന്നെന്താ പറയുക ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്ത് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു റിലീജിയസ് തോട്ടുള്ള ആളായിക്കോട്ടെ, എത്തിസ്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതല്ലാത്ത വേറെ എന്തെങ്കിലും തരം ഫ്രീ തിങ്കിങ് ആയിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ ഒരൊറ്റ സംഗതിയേ ഉള്ളൂ, നമ്മൾ മനുഷ്യന്മാരെ ആശയങ്ങൾക്ക് വേണ്ടി പരസ്പരം കൊല്ലുന്ന ഒരു ആശയത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് പിന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഇതിലൊക്കെ നടക്കുന്ന ഫാഷിസ്റ്റ് ആശയത്തിന് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ശരിക്കും ആൻറ്റി ഫാഷിസ്റ്റ് ആൾ തന്നെയാണ് നമ്മളെല്ലാവരും പോലെ തന്നെയാണ്. അതിൽ ഇപ്പോൾ പുറത്ത് ആണെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ മനുഷ്യകുരുതികൾ, അതിലും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അതൊക്കെയാണ് നമ്മളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതും. എത്ര ഫ്രീ തിങ്കിങ് ആയാലും എത്ര സംഗതി ആയാലും യോജിക്കാൻ പറ്റാത്ത സാധനങ്ങളതാണ്. കാരണം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ജീവൻ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ റിലീജിയനും ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനേ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ മനുഷ്യന്മാരാണെന്ന് തോന്നുന്നു അതിന് കുറേ ഡെഫിനിഷൻസ് ഇട്ടിട്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സര സ്വഭാവത്തോട് കാണേണ്ട കാര്യമില്ലല്ലോ. കാരണം അതെ അതെ, അല്ല ഇത് നമുക്ക് നമ്മൾ സ്വന്തത്തിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് തന്നെ എടുത്താലും നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ബോധം അത് എവിടെ നിന്ന് അറിയില്ല. അത് നമ്മൾ കണ്ടീഷൻഡ് ചെയ്തുകൊണ്ടൊന്നുമല്ല, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കണ്ടീഷൻഡ് ആയതുകൊണ്ടൊന്നുമല്ല, ജന്മസിദ്ധമായിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണെന്ന് പറയുന്നത്. ഇതിന് ചിലപ്പം മറ്റൊരു തരത്തിലൊരു സയൻസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും, വേറെ തരത്തിലാവുമെന്ന് എനിക്കറിയില്ല, അത്രത്തോളം പഠിച്ച ആളുമല്ല ഞാൻ. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ ചെയ്യുമ്പം അത് തെറ്റാണ് ശരിയാണെന്നുള്ള എന്തോ ഒരു സാധനം എനിക്ക് തോന്നലുണ്ട് പേഴ്സണലി. യെസ്, അപ്പോൾ ആ തെറ്റാണ് ശരിയാണ് എന്നുള്ളത് നമ്മൾ തോന്നുകയും അത് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ മതങ്ങളോ രാഷ്ട്രീയമോ നമ്മളെ കണ്ടീഷൻഡ് സൊസൈറ്റിയോ ഇതൊന്നും അതിനെ ബാധിക്കാൻ പാടില്ല. ഇതെന്തെങ്കിലുമൊക്കെ ബാധിച്ചാലാണ് നമ്മളൊരു ആശയത്തിൻ്റെ ആളാവുകയും മറ്റൊരു ആശയത്തിന് നമ്മൾ തള്ളിപ്പറയുകയും അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയും അടിയുണ്ടാകുകയും ഒക്കെ ഉണ്ടാകുന്നു. എല്ലാവരും മനുഷ്യന്മാരായി കാണാനും അവരുടെ ഫീലിങ്ങിനെ നമ്മൾ അംഗീകരിക്കാനും തയ്യാറായി തന്നെ, കാരണം അവർക്കും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തീർന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ തോട്ട് ഉണ്ടല്ലോ നിങ്ങൾ ഈ പറഞ്ഞ നമ്മളെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ പുറത്തുള്ള അതായത് സാഹചര്യം എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ സൊസൈറ്റിയിൽ നടക്കുന്ന ബിലീഫ്സ് അത് ഇതിനെ മോൾഡ് ചെയ്യുന്നുണ്ട് ഉണ്ട്. അതേപോലെ കണ്ടീഷൻഡ് സൊസൈറ്റിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്നുള്ളൊരു സാധനം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്ത് പിന്നെ ഹിന്ദു മുസ്ലിങ്ങൾ ക്രിസ്ത്യാനി ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കും, ഇത് കൊടുക്കും, എല്ലാം കൊടുക്കും, പിന്നെ നമ്മുടെ സെലിബ്രേഷനിലൊക്കെ നമ്മൾ പങ്കെടുക്കും. എന്നാൽ ഇവർ പ്രണയത്തിലാവുകയും കല്യാണത്തിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് പറ്റാത്തത്? പ്രശ്നമാവും. അത് അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളുടെ ആ ഒരു സാധനം ഭയങ്കര വേര് പിടിച്ച് ഉള്ളിൽ കിടക്കുകയാണ് ആ സാധനം. അതിൽ മറികടക്കാൻ മനുഷ്യന് കഴിയുകയും മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സംഗതി എന്നുള്ളത് മനസ്സിലാക്കുന്നതിലേക്ക് ആളുകൾ എത്താൻ ശ്രമിക്കാമെന്ന് ഞാൻ പറയും. ഇതും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇതൊന്നും ഒരിക്കലും ഒരാളിലേക്കും പിന്നെ നിർബന്ധിതമായിട്ട് പറയുന്നൊരു സംഗതിയൊന്നുമല്ല. ഇത് ഞാൻ ഇതുവരെ കണ്ട് എന്നോട് നിങ്ങൾ ഞാൻ ചോദിച്ചു നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ നിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കാരണം എൻ്റെ ജീവനിൽ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. കാരണം ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടുന്ന വന്നേ നമുക്ക് ഒരു അറിവുമില്ല. ഇതുവരെ പിന്നെ കണ്ടുപിടിച്ച സയൻസിനും പറയാൻ പറ്റുന്നില്ല. ഇനിയിപ്പം ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ലോജിക്കലായിട്ടുള്ളൊരു സാധനത്തെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മതം പറയുന്നതായാലും നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ മരണത്തിനപ്പുറത്തേക്ക് എന്താണെന്നുള്ളൊരു സാധനം നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത ഫിക്ഷനും സാധനങ്ങളൊക്കെ ഓക്കെ, നമുക്കത് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അറിവില്ലാത്ത ലോകത്ത് പിന്നെ നമ്മളേറ്റവും അറിവില്ലാത്ത ഒരാളായി മാറുമ്പോൾ ഇന്നതാണ് ശരിയെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു ബോധത്തിലാണ് സംസാരിക്കുന്നത്, ഞാൻ ഉറക്കത്തിലല്ല. ഉറക്കത്തിലുണ്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഫിലോസഫിയും പറയാൻ പറ്റുന്നില്ല, ഒരു ആശയവും പറയാൻ പറ്റുന്നില്ല, ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ എവിടെയെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നു, ഇപ്പോൾ ജീവനുണ്ട് എന്നുള്ളൊരു കോൺഷ്യസ്നെസ് മാത്രം നമുക്കുള്ള, അതിലാണ് എനിക്ക് വിശ്വാസം. പിന്നെ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം നമ്മളിപ്പം ഫ്രണ്ട്സായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുന്നു, പക്ഷെ കല്യാണം വരുമ്പോഴത്തേക്ക് അതൊരു പക്ഷെ അവിടെ സ്നേഹത്തിന് മുൻതൂക്കം കൊടുത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. പരസ്പരം മനുഷ്യന്മാർ പരസ്പരം അംഗീകരിക്കുക, സ്നേഹിക്കുക, അതിനേക്കാൾ അപ്പുറത്തേക്കൊന്നും കുറച്ചും കൂടെ നല്ലൊരു ബെറ്റർ വേൾഡ് ആവും. പിന്നെന്താ എല്ലാവർക്കും ആ ഒരു വിശാലത ഉണ്ടെങ്കിൽ. അതെ, സത്യം. അത് നിങ്ങളെ ലൈഫിൽ മെന്റർ ആരാണ്? നിങ്ങളെ മെന്റർ എന്ന് ഉദ്ദേശിച്ചത് പാട്ടിൽ തന്നെ ആവണമെന്നില്ല, ആ രീതിയിൽ ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളും ഞാൻ പരിചയപ്പെടുന്ന ആളുകളുമാണ്. അത് ഒരാളെന്നില്ല. എനിക്ക് ആളുകൾ, ഞാൻ ഒരു സമയത്ത് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമായിരുന്നു, കുറേ വായിച്ചിരുന്നു. അത് കൂടുതലും പഠനങ്ങളായിരുന്നു വായിച്ചിരുന്നു, ചിത്രകല, ലിറ്ററേച്ചർ, പിന്നെ ഈ പറഞ്ഞ പോലെ സ്പിരിച്വാലിറ്റി, മ്യൂസിക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളായിരുന്നു വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പക്ഷേ കുറേയൊക്കെ അതിൽ നിന്ന് കുറേ ഗ്യാപ്പ് വന്നു. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ഫിക്ഷൻസ് വായിക്കാനാണ് ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്നൊരു നമ്മളൊരു രസകരമായിട്ടുള്ള സിനിമ കാണുമ്പോഴുള്ള പാട്ട് കേൾക്കുമ്പോഴൊരു സാധനം. മറ്റു പഠനങ്ങൾ എന്താ വെച്ചാലും നിർത്താൻ കാരണം എന്താ വെച്ചാലും എല്ലാ പഠനങ്ങളും ഏതൊരാൾ എഴുതുമ്പം ഒക്കെ അവരുടെ ലോകത്തു നിന്നുകൊണ്ടാണ് അത് എഴുതുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കും ലോകമുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കും പഠനങ്ങളുണ്ട്, നോളജ് ഉണ്ട്, ആളുകളുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമുക്ക് സ്റ്റെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ഒരു പുസ്തകത്തിന് നമ്മുടെ ഒരു എന്താ വഴികാട്ടിയാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും മെൻറ്റർ എന്നുള്ള നിലക്ക് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ ദിവസം വ്യത്യസ്തമായിട്ടുള്ള ആളുകളെയാണ് കാണുന്നത്. ആ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഖത്തറിൽ വന്നേരം ഞാൻ വളരെ വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് ആളുകളെ ഞാൻ പരിചയപ്പെടുകയും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
അന്നേരം വേറൊരു ലോകമാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ മെൻറ്റർ എന്നുള്ള സംഗതിയൊക്കെ തേടി പോകുന്നതിനേക്കാളും അങ്ങനെ മനസ്സിലാക്കുന്നതിനേക്കാളും ആളുകളെ പരിചയപ്പെടുക, അവരോട് സംസാരിക്കുക. അന്നേരം നമുക്ക് കിട്ടുന്ന കുറേ നോളജ് ഉണ്ട്, കുറേ അറിവുകളുണ്ട്. അതിൽ നമുക്ക് തന്നെ കുറേ മനസ്സിലാവും ജീവിതത്തിന് എങ്ങനെ കാണണമെന്നും ഏത് തരത്തിലാണ് നമ്മൾ അതിനെ നോക്കി കാണണമെന്നും ആളുകളോട് എങ്ങനെ പെരുമാറേണ്ടെന്നൊക്കെയുള്ള സാധനം കിട്ടുമെന്ന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ടോ. അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ എൻ്റെ ഫസ്റ്റ് ഓർമ്മ അത് കുറേ കൊല്ലം മുൻപ് ഞാൻ നിങ്ങളെ സ്റ്റേജ് ഷോയിൽ കാണുന്ന, അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലപ്പുറം അത്ഭുതം തോന്നി, ഇത്ര യങ് ആയിട്ടുള്ള ആള് ഇങ്ങനെ ഗസലൊക്കെ പാടി. വയസ്സായ ആൾക്കാരാണ് സാധാരണ. അപ്പോൾ അത് എനിക്കൊരു അത്ഭുതം. പക്ഷെ അത് ഈ ജോണർ ഇപ്പോൾ കുട്ടികളും ഒക്കെ കേൾക്കുന്ന തന്നെ, പുതിയ കുട്ടികൾ എല്ലാത്തരം ജോണറും ഒക്കെ കേൾക്കുന്നത്. നമ്മളെ ഷോനൊക്കെ കൂടുതലും ഏജൻസീസ് ഒക്കെ വരുത്തുന്നുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി ആലോചിച്ച് വെക്കുന്നതാണ് ഗസൽ എന്നൊക്കെ പറയുമ്പം ഒരു സീനിയർ ആയിട്ടുള്ള ആളുകൾ കേൾക്കാനും ഇതാക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സാധനം. അല്ല, പാടുന്നതും നമ്മൾ കണ്ടായാലും ചെറുപ്പത്തിലേ അതൊരു ഇതിൽ. അപ്പോൾ വേറെ മ്യൂസിക് ജോണറുകൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പാടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? വേൾഡ് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. വേൾഡ് മ്യൂസിക് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റൽ, പൊതുവെ മിഡിൽ ഈസ്റ്റ് അതിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ സാധനങ്ങൾ, പിന്നെ വെസ്റ്റേൺ മ്യൂസിക് ആയാലും അതിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ സംഗതികൾ, പിന്നെ അതൊക്കെ ഇഷ്ടമാണ്. അതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ചില പ്രസൻറ്റേഷനും സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ വേൾഡ് മ്യൂസിക് ഉണ്ട്. ഞാൻ ചെയ്തുകൊണ്ടൊക്കെയുണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. കാരണം നമ്മുടെ ഇത് അതിൽ ഞാൻ തന്നെ ആയിരിക്കും എഴുതുക, ലിറിക്സ് ഞാൻ തന്നെ ആയിരിക്കും. ആ ലിറിക്സ് എഴുതുന്നത് ഒന്ന് ഒരു ട്രാക്കിൻ്റെ പേര് നിശ്വാസം എന്നാണ്. നിശ്വാസം എന്നല്ല, നിശ്വാസി, നോട്ട് വിശ്വാസി, നിശ്വാസി. എന്താ വെച്ചാൽ ഞാൻ വിശ്വാസിയല്ല, പക്ഷെ നിശ്വാസിയാണ്. ഈ പറഞ്ഞിട്ടുണ്ടല്ലോ ശ്വാസം കഴിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്നുള്ളതാണ്, അത്രേ പറയാനുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ നേരിട്ട് വരെ നമുക്ക് വന്ന് എഴുത്തുകളാം ആ സാധനങ്ങളൊക്കെ. പിന്നെ അടുത്തത് ഭാരം, വേറെ ട്രാക്ക്. എല്ലാം ഞാനിപ്പോൾ പറയുന്നില്ല, കുറേ ട്രാക്കുകളുണ്ട്. ഭാരം എന്നുള്ളൊരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല. കാരണം എന്താ വെച്ചാൽ ഭാരമില്ലാത്ത ആളുകൾ എങ്ങനെ, പണത്തിൻ്റെ ഭാരമില്ലാതെ, പ്രശസ്തിൻ്റെ ഭാരമില്ലാതെ, അറിവിൻ്റെ ഭാരമില്ലാതെ. അറിവൊരു ഭാരമാണ് പലപ്പോഴും. നിങ്ങളെന്തെങ്കിലുമൊക്കെ വായിച്ച് നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒരു അറിവുണ്ടെങ്കിൽ അത് എവിടെ കൊണ്ടുപോയി കളയേണ്ടത് എന്നുള്ളതിൽ ആ ഭാരം ചുമന്ന് നടക്കും. നിങ്ങൾ കുറേ ഡിബേറ്റിന് ശ്രമിക്കും, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ സൃഷ്ടിക്കും, ശത്രുത ഉണ്ടാക്കും. അതൊക്കെ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തിനാണ്, അപ്പോൾ അറിവ് ഒരു ഭാരമാണ്, പ്രശസ്തി ഒരു ഭാരമാണ്, സമ്പത്തൊരു ഭാരമാണ്. സമ്പത്തും കുറേ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാനും അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകളും സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. പ്രശസ്തിയും ഇതേപോലെ തന്നെ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനും നഷ്ടപ്പെടുന്നതും ഇതൊക്കെ. ഈ മൂന്നും ഇല്ലെങ്കിൽ കുട്ടികളെ പോലെ നല്ല രസമായിട്ട് അങ്ങനെ പോകാം. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതത്തിനോട് ശ്രദ്ധയുള്ള ആളുകളായിരിക്കണം. എന്നാൽ സീരിയസ് അല്ല. ഞാൻ എൻ്റെ പേഴ്സണലി പറയുന്ന ജീവിതത്തിനോട് ഞാൻ സീരിയസ് അല്ലാത്തൊരു മനുഷ്യനാണ്, പക്ഷെ ശ്രദ്ധയുള്ള ആളാണ് ചുറ്റുപാടിനെ കുറിച്ചും. എന്തിനാണ് ശ്രദ്ധ? ഒരു കരുതൽ വേണം നമ്മുടെ ചുറ്റുമുള്ള ആളോട്. കാരണം നമ്മളെ ആശ്രയിച്ച് ഇരിക്കുന്ന ആളുകൾക്ക് നമ്മളൊരു കരുതൽ എന്തായാലും കൊടുക്കണം ബേസിക്കലി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റും അപ്പുറമുള്ള ആളുകളും കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. അതാണ് ഈ ഭാരം. ഞാൻ ഭാരം എന്നുള്ള ട്രാക്കാണ് പറഞ്ഞത്. അപ്പോൾ ഭാരമുണ്ട്, നിശ്വാസിയുണ്ട്, വേറെയും കുറേ ഉണ്ട്. പിന്നെ ഒറ്റയാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ട്രാക്ക്. ഒറ്റയാന്നുള്ള ട്രാക്ക് എന്ന് വെച്ചാൽ ചില ആളുകൾ വളരെ ജനറ്റിക്കലി ഈ കുറച്ച് സൈക്കാട്രിക് പ്രോബ്ലം സാധനങ്ങളൊക്കെ ആയിട്ട് ജനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടത്തിലൊരിക്കലും നിൽക്കാൻ പറ്റില്ല ഇവർ പലപ്പോഴും. കാരണം ഇവരെപ്പോഴും അവിടെ ഒറ്റപ്പെട്ടിട്ട്, കാരണം ഇവരെപ്പോഴും പരാജയം, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, എല്ലാവരും എൻ്റെ ശത്രുക്കളാണല്ലോ, അങ്ങനെയാണ് അങ്ങനെയുള്ള. ഇതെന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ പല വൈകല്യങ്ങളും പോലെ മാനസിക വൈകല്യങ്ങളുള്ള ആളുകളും ഉണ്ട്. ഇപ്പോൾ ശാരീരിക വൈകല്യങ്ങളുള്ള പോലെ തന്നെ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് മനസ്സിലാവില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മറ്റേ നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാവും ഒരാൾക്ക് വൈകല്യമുണ്ട്, അയാൾക്ക് ഒരു ഡിസേബിൾഡാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം. പക്ഷേ ഇത് മനസ്സിലാവില്ല. ഇവർ മരണം വരെ ഇവരുടെ ഉള്ളിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിക്കുക. അപ്പം അങ്ങനത്തെ ആളുകൾ കൂട്ടത്തിൽ എപ്പോഴും ഒറ്റക്കായിരിക്കും. കൂട്ടത്തിലാണെങ്കിലും അവർ ഒറ്റക്കായിരിക്കും, ഭയങ്കര ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. അപ്പം അതിനാണ് ഞാൻ ഒറ്റയാന്ന് പറഞ്ഞ ട്രാക്ക്. ഇപ്പം ഈ ഓട്ടിസം ആയാലും അവരങ്ങനെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ അവരൊരു മൈനോറിറ്റി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടെ പവർ ഉണ്ട് എന്നുള്ള വിചാരിച്ച് നടക്കുന്നത്. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലോകവും ഉണ്ട്. അതാ പറഞ്ഞത്, അത് അംഗീകരിക്കുക തന്നെ വേണം. ഞാനതാ നേരത്തെ പറഞ്ഞു, ഓരോ നമ്മുടെ ഇപ്പോൾ ബയോളജിക്കലായാലും നമ്മളെ ആശയപരമായിട്ടുള്ള സംഗതികളായാലും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകമാണിത്.
അപ്പം അതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് ആ ഹാർമണിയിൽ പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതെന്ന് ഞാൻ പറയുന്നു. സത്യം. ഭയങ്കര ഫിലോസഫിക്കൽ. ഇല്ല അങ്ങനെയൊന്നുമില്ല, ഇത് സാധാരണ സാധനമാണ്. അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ഭയങ്കര ഫിലോസഫിക്കൽ മൈൻഡ്. ഇപ്പൊ ഇതൊക്കെ ഇനി വെയിറ്റ് ചെയ്ത് കാണാം ഈ ഒറ്റയാനും. മാഷാഅല്ലാ. പിന്നെ റാസ എന്തിനെങ്കിലും പേടിയുണ്ടോ റാസക്ക്? പേടി ഇപ്പൊ ഒന്നിനുമില്ല. ഇപ്പോൾ പണ്ടൊക്കെ മരണത്തിന് പേടിയിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ലാണ്ടായിട്ട് കുറേ ആയി. കാരണം എന്താ വെച്ചാൽ മരണം, ഞാൻ പറഞ്ഞു, മരണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള പേടിയല്ല, ക്യൂരിയോസിറ്റിയാണ്. കാരണം ആ മരണത്തിനപ്പുറത്തേക്ക് നമുക്ക് എന്താണെന്ന് അറിയില്ല, അറിയാത്തതിനെ കുറിച്ചാണല്ലോ നമുക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി. അപ്പോൾ ആ ക്യൂരിയോസിറ്റി ശരിക്കും അറിയാൻ ഭയങ്കര ആഗ്രഹം. വെറുതെ ഇങ്ങനെ ഒരു പറയാൻ വേണ്ടി പറയുന്നില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഉള്ളിൽ നിങ്ങൾ ആരെന്ത് ചോദിച്ചാലും മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നുള്ളൊരു. കാരണം നമുക്ക് അറിയില്ല, ആരും പോയാൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കാരണം ഇത് ഇപ്പം മരണത്തിലേക്കുള്ള ഒരു സംഗതിയിൽ നമ്മളിപ്പോൾ വേദനിച്ചിട്ട് ഇപ്പോൾ നമ്മളെന്തെങ്കിലും നമ്മൾ തലേനെ വെട്ടിയിട്ട് നമ്മൾ പോകാമെന്ന് വെച്ചോ, ഈ തല വെട്ടുന്നതിൽ വേദനിക്കുന്നതായാലും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊന്നുമില്ല, ഫീലിംഗ് ഉണ്ടാവില്ലല്ലോ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മളൊരാൾ ഓക്കെ ഇങ്ങനെ കൈ പിടിച്ച് ഇതിങ്ങനെ പിടിച്ചല്ലെങ്കിൽ നമ്മളൊരു സൂചി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്, ഇത് കുത്തിക്കൊണ്ടുന്നൊരു വേദന കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേദന തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് പേടിയില്ല. ഈ മരണത്തിൻ്റെ വാതിൽ വേദനയാണെന്ന് ചില ആളുകൾ പറയുമ്പം ആ വേദന നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമായി മാറുന്നില്ല. അപ്പം അതുകൊണ്ട് പിന്നെ എന്തിനാ പേടിക്കണ്ടേ? നമുക്ക് അറിയാത്തൊരു ക്യൂരിയോസിറ്റിയുള്ളൊരു ലോകത്തേക്ക് പോകാൻ നമുക്ക് സന്തോഷിക്കല്ലോ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാനും ആലോചിച്ചൊരു സംഗതിയാണിത്. കാരണം നമ്മളിപ്പം ഒരു ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അപ്പം അതാണ് നമ്മളെ ലോകം എന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പം അതിലും വലിയൊരു ലോകം. അല്ല, നമ്മളുടെ ഓർമ്മ കൃത്യമായിട്ട് എവിടെ തുടങ്ങുന്ന പോലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇവിടൊന്നും പറ്റുന്നില്ല ഒരിക്കലും. അപ്പോൾ ഈ ഞാൻ നേരത്തെ വീണ്ടും പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ അറിവില്ലാത്ത ലോകത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നതാണ് ശരിയെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് വെറുതെ സമയം കളയും ആരോഗ്യം കളയും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ആരെയും നമ്മൾ ഈ എന്നാൽ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് നാട്ടിൽ പോകുമ്പോൾ ഞാൻ പണ്ട് തറാവിക്ക് ഇമാമുക്കുകയും പിന്നെ ബാങ്ക് കൊടുക്കുകയും ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഉമ്മാക്ക് എൻ്റെ ഓത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മ നാട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഓതിടാന്ന് പറഞ്ഞാൽ പണ്ടിപ്പോൾ ഉമ്മ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഓതിയിട്ടുണ്ട് ആ മ്യൂസിക്കലി. അപ്പോൾ എന്താണ് അവിടെ നമ്മളൊന്ന് ഓതിയെന്ന് വിചാരിച്ച് നമ്മളെ ആശയത്തിന് തകരുകയോ നമുക്ക് വേറൊരു തരത്തിൽ പോവുകയും ചെയ്യില്ല. പക്ഷെ അത് ഉമ്മക്ക് ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ടായില്ല. ഇതേപോലെ ഉപ്പാക്കും നമ്മൾ ഇങ്ങനത്തെ റിലീജിയസ് ആയിട്ടുള്ള പല സംഗതികളിലും അവർ സന്തോഷം കണ്ടെത്തുമ്പോൾ നമുക്ക് നമ്മളുടെ സമയവും നമ്മളുടെ ആരോഗ്യമൊക്കെ അനുവദിക്കുകയാണെങ്കിൽ എന്തിനാ നമ്മൾ ചെയ്യാതിരിക്കുന്നത്? അത് ചെയ്യാലോ. അപ്പോൾ ഞാൻ അതാ പറയും, നമ്മളുടെ മനുഷ്യന്മാർ എന്നുള്ള ആൾക്ക് നമ്മുടെ ഉള്ളിൽ പല ആശയങ്ങളും ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കും. അതാണ് സംഗതി. ഇന്ന് ഞാൻ പറയുന്നതായിരിക്കില്ല, നാളെ അത് മാറാം. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ഇൻ്റർവ്യൂവിൽ ഞാൻ മുഖം കൊടുക്കാൻ മടിക്കുന്നൊരു കാരണം എന്താ വെച്ചാൽ എൻ്റെ ഈ ആശയങ്ങൾ എവിടെയെങ്കിലും അടയാളപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ആശയങ്ങൾ വേറെ ആൾ കേൾക്കുകയും ഏതെങ്കിലും തരത്തിൽ ഇൻസ്പയർഡ് ആവുകയും നാളെ ഈ ആശയത്തിന് ഞാൻ മാറിക്കഴിഞ്ഞാൽ എനിക്കത് ഒരു റിഗ്രറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ആശയങ്ങളും സംഗതികളൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ ഇതെൻ്റെ ഇപ്പോഴത്തെ തോന്നലും ആശയങ്ങളും ഒക്കെയാണ്. നാളെ എന്താണെന്നുള്ള എനിക്ക് അറിയില്ല. അങ്ങനെ അടുത്ത നിമിഷം അടുത്ത മൊമെന്റിൽ എന്താണെന്ന് അറിയാത്ത ആളുകൾ നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ആരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കേണ്ട, എല്ലാ ആശയങ്ങളെയും റെസ്പെക്ട് ചെയ്യുക. മനുഷ്യനെ കൊല്ലുന്ന ആശയങ്ങളെ നമ്മൾ ശരിക്കും ഇല്ലാതാക്കുക. അതാണ് അതിൻ്റെ മെയിൻ സാധനം തന്നെ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. അല്ല, ഏറെക്കുറെ റാസ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുപാട് യോജിക്കുന്നുണ്ട്. കറക്റ്റ്. അത് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച കാര്യം, ഇപ്പം ഈ പഴയ ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടു, ഇപ്പം ഈ ഓമലാളെ ഉണ്ടാക്കുന്ന നേരവും ഇപ്പം ബീഗം നിങ്ങളൊരു വലിയൊരു ഭാഗമായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഇപ്പം നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തു, അത് റെസ്പെക്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസിഷൻസ് ഉണ്ടാവും, മോളുണ്ട്, ഓക്കെ. പക്ഷേ ഇപ്പം നിങ്ങൾ പാട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോടാണോ ഡിസ്കസ് ചെയ്യുക? ആ ഒരു വോയിഡ്, ബീഗത്തിൻ്റെ വോയിഡ് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ലൈഫിൽ? അല്ല, ഒന്നും നമുക്ക് നഷ്ടങ്ങളൊന്നും നഷ്ടമൊന്നുമല്ല. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു ലാഭമായിട്ട് കാണുന്നതാണ് ഞാൻ. കാരണം നമ്മൾ കാണുന്നൊരു നഷ്ടം എന്ന് പറയുന്നൊരു സാധനം നമുക്ക് വേറൊരു തരത്തിലേക്കുള്ള വലിയൊരു ബെനിഫിറ്റിലേക്കൊക്കെയാണ് പോകുന്നത് പലതരത്തിലും. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നമ്മളുടെ പുതിയ പാട്ടുകളും മറ്റു സംഗതികളൊക്കെ അവരോടും ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യന് കിട്ടേണ്ടതാണ് പാർട്ട്ണർ എന്നുള്ള അതിനൊക്കെയുള്ള ഒരു വികാരം, അല്ലെങ്കിൽ നമ്മളെ പാരൻസ് എന്നുള്ള സ്നേഹവും സംഗതികളും.
സുഹൃത്തുക്കളിൽ നിന്നുള്ള സ്നേഹവും സംഗതികളൊക്കെ ഇതൊക്കെ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സാധനം ഞാൻ അനുഭവിച്ചാണ്. അതാണ് പറയുന്നത്. നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല. നമ്മളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഫ്യൂവലായി മാറാറുണ്ട് പലപ്പോഴും ഈ സാധനങ്ങളൊക്കെ. അതിപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്കും അങ്ങനെ എല്ലാ സാധനവും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് അനുഭവിക്കുന്നുണ്ട്, എൻ്റെ പേരൻസിൽ നിന്നുള്ള സ്നേഹം അനുഭവിക്കുന്നുണ്ട്, സുഹൃത്തുക്കളുടെ സ്നേഹം അനുഭവിക്കുന്നുണ്ട്, എല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. മോളുടെ നിന്നുള്ള സ്നേഹം അനുഭവിക്കുന്നുണ്ട്, അതൊരു രസമാണ്. കുട്ടികളുടെ നിന്നുള്ള സ്നേഹം, അവരോട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒന്നും നഷ്ടമായിട്ട് കാണാൻ ഞാൻ എന്താ പറയുക, അതിനെ ഒരുക്കമല്ല. എല്ലാ സംഗതികളും നമ്മളെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കുന്ന സംഗതികളാണ് എല്ലാ സംഭവങ്ങളും. അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും നന്നാവട്ടെ. ഇപ്പം ബീഗത്തിനായാലും ബീഗവും ഇൻഡിവിജ്വൽ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഗായിക തന്നെയാണ് ബീഗവും. ഇനി ഇൻഷാല്ലാ മോള് വേറെ ലെവലിലേക്ക് ഉയർന്നു വരട്ടെ. അതെ, ഓരോരോ ആളുകൾക്കും ഭൂമിയിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ എന്ന് ഞാൻ പറയാം. ക്രിയേറ്റീവായിട്ട് വെറുതെ ആളുകളെ നമ്മൾ ചീത്ത വിളിക്കുക, കുറ്റം പറയുക, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക എന്നൊക്കെ ആലോചിക്കുന്നതിന് പകരം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന സംഗതികൾ ചെയ്യട്ടെ ഞാനിടാം എല്ലാവരും. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അധികം വെച്ച് നീട്ടുന്നില്ല. ഇനിയിപ്പം ഒരു ക്യൂരിയോസിറ്റിക്ക്, ഇപ്പം നമുക്കിപ്പോൾ റാസ പാട്ടുകാരനായിട്ട് അറിയാം, റാസനെ ഒരു ആർട്ടിസ്റ്റായിട്ടും ഇപ്പോൾ കേട്ടായിരുന്നു, കണ്ടിട്ടില്ല. ഇനി റാസൻ്റെ വർക്കൊക്കെ കാണാൻ ഇടയുണ്ടാവട്ടെ. വേറെ എന്താണ് നമുക്ക് പ്രേക്ഷകർ അറിയാത്ത റാസൻ്റെ ഒരു ഭാഗം, ഒരു ഫൺ പാട്ട്, എന്തെങ്കിലും ഒരു കഴിവുകേടേ ഉള്ളൂ. അതാ പ്രശ്നം. കഴിവ് എന്ന് ഞാൻ പറയൂല. നമുക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് ഉമ്മാനടുന്ന് കിട്ടിയൊരു സംഗതി എന്താ വെച്ചാൽ ക്ഷമിക്കാൻ കഴിയലുണ്ട്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ദേഷ്യവും സംഗതികളൊന്നും വരില്ല. പിന്നെ അങ്ങനെയാണ് അത്. പിന്നെ കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തെടുത്തിട്ട് അത് ഇല്ലാതാക്കിയിട്ടുണ്ട് ഒരുപാട് കുറേ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം. എല്ലാ മനുഷ്യനും ദേഷ്യവും സങ്കടവും അസൂയയും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇത് നമുക്ക് സ്വന്തം നമ്മൾ വേറെ തന്നെ മാറി നിന്നുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് അയ്യേ എന്ന് പറഞ്ഞിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെ തന്നെ നോക്കിയിട്ട് എന്നാലും നല്ല സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട്. അതാണ്. ഞാൻ വളരെ റാസന്റെ ഏജിനും കാട്ടി ഒരു 10 വയസ്സ് മെച്യൂർ ആയിട്ടുള്ള ഒരാളടുത്ത് സംസാരിക്കുന്ന ഫീലാണുള്ളത്. മാഷാല്ലാ. പിന്നെ ഇനി വരുന്ന പ്രോജക്ട്സ് ഇപ്പൊ കറന്റ്ലി എന്തിന്റെ മേലെ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല, അയ്യപ്പ സോങ് വരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിത്താര കൃഷ്ണകുമാറുമായിട്ടുള്ള സിത്താരമായിട്ടുള്ളൊരു പ്രോജക്റ്റ് വരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫെബ്രുവരി 14 നമ്മൾ പിന്നെ ഇത് അതിന് 14 തൊട്ട് മുമ്പ് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇതുവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ റൊമാൻസ്, പിന്നെ പെയിൻ ഓഫ് സെപ്പറേഷന്, അങ്ങനെ കുറേ സാധനങ്ങളാണ്. അതല്ലാതെ നിത്യജീവിതത്തിൽ മനുഷ്യന്മാർ അനുഭവിക്കുന്ന നമ്മളുടെ ലൈഫിൽ നിന്ന് കിട്ടിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ വിശ്വാസമായി ബന്ധപ്പെട്ട സംഗതികൾ, പിന്നെ ഈ പറഞ്ഞ ഒരുപാട് ഡിസാബിലിറ്റീസ് അനുഭവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ളൊരു സാധനം, പിന്നെ നമ്മുടെ ലൈഫിൻ്റെ ഫിലോസഫിനെ കുറിച്ചിട്ടുള്ള സാധനം, ഭാരം, അതൊക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ പോയറ്റിക് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്കുകളുണ്ട്. അത് പിന്നെ ഇപ്പോൾ ജ്ഞാനപ്പാന പൂന്താനത്തിൻ്റെ നമ്മുടെ മലയാളികളിൽ തന്നെയുള്ള മലയാളത്തിലുള്ള ക്ലാസിക്കൽ പോയറ്റ്സ് എടുത്തുകൊണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ചങ്ങമ്പുഴ ആയാലും കുമാരനാശാനായാലും പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കുറേ ഉണ്ട്, ചെയ്യാനുള്ള സാധനങ്ങൾ കുറേ ഉണ്ട്. പക്ഷേ കുറേ ഉണ്ട്, അതങ്ങനെ വരും കുറച്ച് ഓരോന്നായിട്ട്. അടിപൊളി. പിന്നെ ഒന്നും കൂടെ ചോദിക്കാനുള്ളത് ലാസ്റ്റ്, അതായത് എന്താണ് ഇപ്പൊ പ്രണയത്തിന്റെ സ്റ്റാറ്റസ് കോ? എന്താണ് ലവ് ലൈഫ് ഉണ്ട് ഇപ്പൊ? ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. അല്ല, മനുഷ്യന് ഇപ്പൊ നിങ്ങളിപ്പോ ഭക്ഷണം കഴിക്കാറുണ്ടോ ചോദിക്കുന്നു അല്ലേ? ഞാനിപ്പോ ഇത് മനുഷ്യന് പ്രണയം, ഈ പറഞ്ഞ പോലെ ഭക്ഷണം, ലൈംഗികത, ഇതൊക്കെ മനുഷ്യൻ്റെ ഏറ്റവും ബേസിക്കൽ സാധനമാണ്. എല്ലാ സംഗതികളും എല്ലാം അതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലൊക്കെ നടക്കുന്നു. അത്രേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം അത് അങ്ങനെ നടക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പിന്നെ അനാരോഗ്യകരമായിട്ടുള്ളൊരു അൺഹെൽത്തി സാധനത്തിലേക്ക് ഒന്നും പോകാൻ പാടില്ല. എന്ന് പറയുന്നത് വെച്ചാൽ കൺസെൻ്റ് ഇല്ലാതെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരാളോട് കൺസെൻ്റ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളോട് സംസാരിക്കുമ്പം പോലും അവരോട് ചോദിക്കണം,
നമ്മളുമായിട്ടൊന്ന് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാണോ, മാനസികമായും ശാരീരികമായും നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട് സംസാരിക്കുന്നതിന് അതിനൊരു സാധനമുണ്ട്. ഇതെല്ലാ സംഗതി, അത് ആണായാലും പെണ്ണായാലും മറ്റേത് ജെൻഡറായാലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രണയത്തിൻ്റെ ചോദിച്ചാൽ പ്രണയമുണ്ട്, പ്രണയമൊക്കെ ഉണ്ട്. ഇപ്പോൾ പ്രണയം കാരണം എന്താ വെച്ചാൽ പ്രണയമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു ഭയങ്കര രസമുള്ളൊരു വികാരമാണ്. അതെ ആണ്. അപ്പോൾ അത് മാരേജ് അതിനൊരു ഒരു ഒരു തടസ്സം എന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് മാരേജ് തന്നെ അത്യാവശ്യമാണ്. നിങ്ങളൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിന് പോവോ അതോ നിങ്ങൾക്ക് ഈ ഒരു ലവർ എന്നുള്ളൊരു സ്റ്റേറ്റസ് കോയിൽ പോകാനാണോ ഇഷ്ടം? ഇത് രണ്ട് ഈ ചോദ്യത്തിന് ഞാൻ പറയുന്നത് എത്രയോ, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഒരു കണ്ടീഷൻഡ് സൊസൈറ്റിയിൽ നമ്മൾ നിന്നുകൊണ്ട് ഇത് ആലോചിക്കുമ്പം നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത കല്യാണത്തിലും മാരേജിലും ആ ഒരു കപ്പിൾ ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രസ്റ്റ് എന്നൊക്കെ ഉള്ളൊരു സംഗതിയുണ്ട്. ഒരാളും മാത്രമായിട്ട് പോകാമെന്നൊക്കെയുള്ളൊരു സംഗതിയിൽ കുട്ടികളുണ്ടാവുക, ഒരു ഫാമിലി എന്നുള്ള നിലക്ക് പോവാം. അതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ബിയോണ്ട് ദി പിന്നെ കണ്ടീഷൻഡ് സൊസൈറ്റി എന്നൊക്കെ പറയുമ്പം അങ്ങനെയല്ല. കാരണം മനുഷ്യനാണ്, മനുഷ്യന് പലപ്പോഴും അവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച അനുസരിച്ചിട്ട് നമ്മളെ സർക്കിൾ മാറുന്നില്ലേ, നമ്മുടെ പിന്നെ എല്ലാ സംഗതികളും മാറുന്നുണ്ട്. ഇപ്പോൾ 10 കൊല്ലം മുമ്പുള്ള ആമിയല്ല ഇപ്പോൾ ഉള്ളത് അമൽ, യെസ് സോറി അമൽ, നാളെ കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് മനുഷ്യന്മാർ ഈ തരത്തിലും ആലോചിക്കാൻ പറ്റുന്നില്ല, നമ്മളെ അത്രയും മാറ്റാൻ, അല്ലെങ്കിൽ നമ്മളെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ആ തരത്തിൽ നമുക്ക് മാറ്റാൻ കഴിവുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാത്തിലും ഒരു മാറ്റം അനിവാര്യമാണ്. ഒന്നിലും സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നില്ല. ഇങ്ങനെയും ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ കാര്യമല്ല, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഒരു ആശയത്തിനെയും പിന്നെ കുറ്റം പറയുന്നില്ല. എല്ലാ ആശയത്തിനും അതിൻ്റേതായിട്ടുള്ള ഓർഗാനിക് ഫ്ലോവും സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ആശയത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കുന്നതുകൊണ്ടാണ് അമലിന് ചോദിക്കേണ്ടി വന്നത് കല്യാണം കഴിക്ക് പ്രണയിക്കാൻ പറ്റുമെന്നുള്ള. നിങ്ങൾ ഏതോ ഒരു ആശയത്തിലാണ് ഉള്ളത്, അതുകൊണ്ടാണോ? അതായിരിക്കാം നിങ്ങൾ അങ്ങനെ ചോദിക്കാനില്ല. എന്നെ സംബന്ധിച്ചുള്ള ആ ചോദ്യം തന്നെ വരുന്നില്ല. കാരണം മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള സംഗതി എന്ന് പറയുന്ന ആളുകളെ സ്നേഹിക്കും, പരസ്പരം അവർക്ക് ദുഃഖം ഉണ്ടാവും, ജലസി ഉണ്ടാവും, എല്ലാം കൂടിയാണ് മനുഷ്യൻ. ഈ സംഗതിയൊക്കെ കൂടിയവനാണ് മനുഷ്യൻ. പിന്നെ നമ്മൾ ഇതിനൊക്കെ പിന്നെ എന്താ പറയുക, ഇതിനെ വിശദീകരിക്കുന്നേ ഉള്ളൂ, ഏതെങ്കിലും ഒരു കൂട്ടിൽ ഇട്ടുകൊണ്ട് അവിടെയാണ് ഇത് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. നിങ്ങൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനത്തെ ഒരു നെയിം ടാഗ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഒരു മാരേജിന്റെ സൊസൈറ്റിയിൽ വന്നാൽ മാത്രമല്ല പ്രണയം. അല്ലാതെ പ്രണയം എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരം. അതിപ്പോ അങ്ങനൊന്നുമില്ല. പ്രണയം ഏത് സമയത്തും ആരോടും എന്തിനോടും എങ്ങനെയും തോന്നാം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രണയത്തിന്റെ ഏറ്റവും ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു സാധനം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഒരാളോട് പ്രണയം തോന്നാന്ന് വിചാരിച്ചോ, പക്ഷെ ആ തോന്നുന്ന ആൾക്ക് നിങ്ങളോടും കൂടി തോന്നണം. ആ തോന്നാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു പെയിനും നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ഫയറും ഉണ്ടാവും. അത് വർഷങ്ങളോളം കാത്തു സൂക്ഷിക്കുന്ന എത്രയോ ആളുകൾ എനിക്കറിയാം. ഒരിക്കലും ഇങ്ങോട്ട് മറുപടി കിട്ടൂല എന്ന് അറിഞ്ഞിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എനിക്കറിയാം. നല്ലത് അത് അതിലൊരു പേഴ്സണൽ ഗെയിൻ ഒന്നും ഇല്ലെങ്കിൽ പോലും അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടപ്പെടുക, ആ ഇഷ്ടം എനിക്ക് മറ്റൊരാളോടാണെങ്കിൽ അത് അൺകണ്ടീഷണൽ ലവ് ആണ്. അത്രയും എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കുക എന്നുള്ളത്. കണ്ടീഷനിലും അൺകണ്ടീഷനിലും എന്നെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് ഈ വാക്കുകൾ പോലും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് വെച്ചാൽ, ഇത് പ്രണയം എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് മനുഷ്യന് തോന്നുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഒരു ഫ്ലോയിൽ വിടേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ സൊസൈറ്റി അങ്ങനത്തെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. അത് ആരെയും കുറ്റം പറയുന്നില്ല, ഒരാളെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരോ ആളുകളും വന്ന വഴിയും ജീവിച്ച സാഹചര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ആലോചനയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംഗതികളോ ആലോചനയോ ആശയപരമായിട്ടുള്ള ഒരു എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെക്കാം. നിങ്ങൾക്ക് ഒരു പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാതിരിക്കാം. ഇപ്പം ചില എൻ്റെ സുഹൃത്തുക്കൾ മദ്യപിക്കും. ഒരിക്കലും ഓരോ വീട്ടിൽ ഉമ്മാൻ്റെ ഉപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് മദ്യപിക്കില്ല. എന്തുകൊണ്ട്? ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവർ ഫ്രീ തിങ്കേഴ്സാണ്. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഇടയിൽ അന്നേരം കുടിക്കാത്ത റിലീജിയസ് ആയിട്ടുള്ള ആളായി. അപ്പോൾ മനുഷ്യൻ ഇപ്പം നമ്മൾ ഈ കണ്ടീഷൻഡ് സൊസൈറ്റിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഓരോ സ്ഥലത്തും ഓരോ സ്പേസിലും വ്യത്യസ്ത ആളുകളായി നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആക്ട് ചെയ്യുമ്പം അവർക്ക് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ബേസിക്കലി നമുക്ക് എന്താണ് സമാധാനവും സന്തോഷമാണ്. ആ രീതിയിൽ നിങ്ങൾ ജീവിച്ചോ.
അതെ, അത് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ കാരണം ഇത് ഈ പറയുന്ന റിലീജിയസ് സംഗതികളൊക്കെ പറയുന്ന ആളുകൾ തന്നെ എനിക്ക് അറിയുന്ന ആളുകൾ എന്നാൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് തെറ്റ് ഇവർ തെറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ ചെയ്യുന്ന ആൾ എനിക്ക് ഒരുപാട് അറിയാം. അപ്പോൾ ഫേക്കാണ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ എന്തിനാണ് ഫേക്ക് ആവുന്നത്, നമ്മൾ ജെന്യൂൻ ആവുമെന്നുള്ളതാണ്. അതെ, പറയുന്ന ഒന്ന് പ്രവർത്തിക്കുന്ന ഒന്നുള്ള ഒരു സാധനം. ഇതെൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം അഭിപ്രായം. മറ്റുള്ള ആളുകൾക്ക് ഇതൊക്കെ മാറാം. കണ്ടിട്ട് അതെ ഈ വഴി എടുക്കാൻ നമുക്ക് അല്ല, എനിക്കും അതാണ് ഇഷ്ടം. ഫേക്ക് ആവാതിരിക്കുക, നമ്മളെന്താണെന്നുള്ള സംഗതി പറയാം, അത്രേ ഉള്ളൂ. ഞാൻ ഒരുപാട് ചോദിച്ചങ്ങളെ കുഴക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രാജൻ്റെ കമ്പോസിഷനിൽ റാസയ്ക്ക് ഏറ്റവും മനസ്സ് തട്ടി എപ്പോഴും മൂളാൻ തോന്നുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പം പാടുന്ന ഒരു പാട്ട് വെച്ചിട്ട് നമുക്ക് ഓരോ സമയത്തും വ്യത്യസ്തമായിരിക്കും. ഞാൻ എൻ്റെ ഒരു ഉറുദു കവിത ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്റ്റക്കായിട്ട് കിടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഞാനിപ്പോൾ അടുത്ത് തന്നെ ഇറങ്ങും. പക്ഷെ ആ ട്യൂൺ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടോണ്ട് പിന്നെ അതിലുള്ള അത് പാടല്ല. അത് പാടി നമുക്ക് കുറച്ചൊന്നും അല്ല, അത് പാടി നമുക്ക് താൽക്കാലികമായിട്ട് പിരിയുന്നത് അതിൻ്റെ ഇതാണ്. अब के हम बिछड़े तो शायद कभी ख्वाबों में मिले. अब के हम बिछड़े तो शायद कभी ख्वाबों में मिले. जिस तरह सूखे हुए फूल किताबों में मिले. अब के हम बिछड़े तो शायद कभी ख्वाबों में मिले. अब के हम बिछड़े तो कभी ख्वाबों में मिले. ഇപ്പം നമ്മൾ പിരിയാണെങ്കിൽ സ്വപ്നങ്ങളിൽ വെച്ച് കണ്ടുമുട്ടാം. ജിസ് തരാ സൂക്കേ ഹുവേ ഫൂൽ കിതാബോ മേ മിലെ. പഴയ പുസ്തകത്താൽ നിന്ന് ആ ഉണങ്ങിയ പൂ, പല ഓർമ്മകളും കിടക്കുന്ന ഉണങ്ങിയ പൂ തിരിച്ചു കിട്ടുന്ന പോലെ. നല്ല രസമുള്ള ലിറിക്സാ. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഇത് പെട്ടെന്ന് തന്നെ ഇറങ്ങും. ഓൾ ദി ബെസ്റ്റ് റാസ. ഓക്കെ, താങ്ക് യു. യെസ്, ഈ ഷോയിൽ വന്നതിലും എന്നെ ആസ് എ ബഡിങ് സ്റ്റാർ ഞാനും ഒരു ബഡിങ് ആയിട്ട് ഈ ഒരു ഇത് ചൂസ് ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ എന്തായാലും താങ്ക് യു. നിങ്ങളിതിൽ വരാൻ പറ്റിയതിൽ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. എന്തായാലും നല്ല ചോദ്യങ്ങൾ. റാസന്റെ വേറൊരു സൈഡ് കാണാൻ പറ്റിയത് ഇത്രയും ഫിലോസഫിക്കൽ തോട്ട്സും ഒക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞതിൽ ഒരുപാട് വീണ്ടും റെസ്പെക്ട് കൂടിയിട്ടേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് റാസ. താങ്ക് യു.